നിങ്ങൾ ശത്രുക്കളെ എവിടെ കണ്ടാലും വധിച്ചു കളഞ്ഞോളൂ എന്ന് പറയുന്ന പരാമർശം യുദ്ധക്കളത്തിലുള്ള പരാമർശമാണ്. അങ്ങാടിയിൽ നടക്കുന്നവരെ കൊല്ലാനാണോ അല്ലാഹു പറയുന്നത്? അല്ല. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ ഇങ്ങോട്ട് വരികയും നിങ്ങളും അവരും ആയുധധാരികളായി ഒരു രണാങ്കണത്തിൽ ഇറങ്ങുകയും ചെയ്താൽ ആ യുദ്ധക്കളത്തിൽ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ അവരെ വധിച്ചു കളഞ്ഞോളൂ എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തെയാണ് തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അതിനെ അടർത്തിയെടുത്തത്. എവിടെ കണ്ടാലും അങ്ങനുണ്ടോ? ഹബീബിന്റെ അയൽവാസികൾ ജൂതന്മാരായിരുന്നില്ലേ? ഹബീബിന്റെ അയൽവാസികൾ ജൂതന്മാരല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു മാംസം കിട്ടിയപ്പോൾ നബിയെ, ഈ മാംസം ഞങ്ങൾ ആർക്കാ കൊടുത്തു തുടങ്ങേണ്ടത്? അയൽപക്കത്ത് വിതരണം ചെയ്യണം, എവിടെന്ന് തുടങ്ങണം എന്ന് ചോദിച്ചപ്പോഴാണ് ആയിഷ ഇബ്ദഇ ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസിയായ ജൂതന്റെ വീട് മുതൽ അങ്ങ് തുടങ്ങിക്കോളൂ. എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്ന ഖുർആനിന് അർത്ഥമുണ്ടെങ്കിൽ മുത്തനബി തങ്ങൾ സ്വന്തം നാട്ടിൽ മദീനയിൽ അവിശ്വാസികൾ അയൽപക്കത്ത് വെച്ചേക്കും, ഞാൻ അയാളെ തകർക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറയുന്നു. ആരാണ് ഈ മൂന്ന്? അള്ളാനെ വിചാരിച്ച് തരണം എന്ന് പറയുകയും അള്ളാന്റെ ദീനിന് വേണ്ടിയാണ് തരണമെന്ന് പറയുകയും അള്ളാഹുവിന്റെ കൂലി കിട്ടാനാണ് എനിക്ക് തരണമെന്ന് ചോദിക്കുകയും ചെയ്ത് ആളുകളൊക്കെ കൊടുക്കുകയും അള്ളാന്റെ പേര് വെച്ച് വാങ്ങിയ കാശിൽ വഞ്ചന നടത്തുകയും ചെയ്യുന്ന ആളുകൾ, ഞാൻ അവർക്ക് എതിരാണെന്ന് അല്ലാഹു ജല്ല ജലാലു. ഒരു വിഭാഗം അതാണ്. രണ്ട്, വറജുലുൻ ബാഅ ഹുർറൻ വഅകല സമനഹു, നിരപരാധിയായ സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയാണെന്ന് പറഞ്ഞ് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ആ കാശ് കൊണ്ട് തിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ആൾ രണ്ടാമത്തെ ആള്. മൂന്നാമത്തേത് വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റഹ, കൂലിക്ക് ഒരാളെ വിളിക്കുകയും പകലന്തിയോളം ജോലി എടുപ്പിക്കുകയും ചെയ്തതിന് ശേഷം വലം യുഅതിഹി അജ്റഹു, ആ കൂലിപ്പണിക്കാരന് ജോലിക്കാരന് ജോലി ചെയ്യുന്ന ആൾക്ക് തൊഴിലാളിക്ക് വേതനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവരെ, ഈ മൂന്ന് വിഭാഗത്തിന് ഞാൻ നാളെ എതിരാണെന്ന് അല്ലാഹു ജല്ല ജലാലു. സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, റജുലുൻ ഉഅതിയ ബി സുമ്മ ഖദർ വറജുലുൻ ബാഅ ഹുർറൻ വഅകല സമനഹു വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅതിഹി അജ്റഹ. വിശ്വാസ വഞ്ചന ചെയ്യുന്ന മൂന്ന് വിഭാഗം ആളുകൾ. സ്വതന്ത്രനെ കൊണ്ടുപോയി അടിമ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ജോലി ചെയ്ത ആൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കുകയും അള്ളാനെ വിചാരിച്ച് പടച്ചവന്റെ പേര് പറയുമ്പോ അള്ളാനെ വിചാരിച്ച് ചോദിക്കുമ്പോ എങ്ങനെയാ കൊടുക്കാണ്ടിരിക്കുക? കൊടുത്തു. ആ കാശ് കൊണ്ട് സ്വന്തം കാറ്റ് ലാഭത്തിന്, സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ജനങ്ങളോട് എന്താണോ കാര്യം പറഞ്ഞത് ആ വിഷയത്തിലേക്ക് ചെലവഴിക്കാതെ സ്വന്തം പോക്കറ്റിലാക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ മൂന്ന് വിഭാഗത്തിനും അല്ലാഹു നാളെ എതിരാണ്. അല്ലാഹു അവരെ തകർത്തു കളയും. അമൻ കുന്തു ഖസ്മഹു ഖസംതുഹു എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ തന്നെ ഒരു സംഭവം പറയുന്നുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹബീബിൽ ഇത് കേൾക്കുന്നത്. അത്ഭുതകരമായ ഒരു രസകരമായ ഒരു ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചത്, വളരെ പ്രശസ്തമായത്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട രണ്ടാളുകൾ പരിചയപ്പെട്ടു, പരസ്പരം അറിഞ്ഞു. ഒരു വിഷമം വന്നപ്പോ തന്റെ കൂട്ടുകാരനോട് ഇസ്തലഫ മിൻ റജുലിൻ അൽഫ ദീനാരിൻ, 1000 ദീനാർ തന്റെ കൂട്ടുകാരനോട് കടം ചോദിച്ചു. ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞു പോയ ഒരാൾ തന്റെ കൂട്ടുകാരനോട് 1000 ദീനാർ എനിക്ക് കടം തരുമോ എന്ന് ചോദിച്ചു. കടം തരുമോ എന്ന് ചോദിച്ചു. കടം വാങ്ങിക്കുമല്ലോ പരസ്പരം, അതൊരു വലിയ സഹായമാണ്. അതുകൊണ്ടാണ് പലിശയെ അല്ലാഹു എതിർക്കുന്നത്. സഹായം ചോദിക്കുന്ന ആൾക്ക് സഹായം ചെയ്യാൻ അവന്റെ ചങ്കിന് പിടിക്കരുത്. 1000 തന്നാൽ എനിക്ക് തിരിച്ചു വരുമ്പോൾ 1100 വേണം, അതാണ് പലിശ. 1000 കൊടുത്തവനെ സഹായിക്ക്, അവന്റെ ആശ്വാസം പോണ 1000 നിനക്ക് തിരിച്ചു തരട്ടെ. നിനക്ക് സമ്മതമാണെങ്കിൽ കൊടുത്തോ, പക്ഷെ എന്ത് ചെയ്യരുത്? പലിശയാക്കി വാങ്ങരുത്. ആ കൊടുക്കണ തിരിച്ചു വാങ്ങിക്കുക.
കുടുങ്ങുന്ന മനുഷ്യന്മാരെ സഹായിക്കണം, അവിടെ ചങ്കിന് പിടിക്കരുത്. അതാണ് ഈ പലിശയെ അള്ളാഹു എതിർക്കാനുള്ള ഏറ്റവും വലിയ കാരണം. അതാണ് ബുദ്ധിമുട്ടുന്ന ഒരാളെ കടം വാങ്ങിക്കുക, അയാളുടെ ചങ്കിന് പിടിക്കരുത്, സഹായിക്കണം. മനുഷ്യനെ സഹായിക്കണം, അതിൽ പിന്നെ ലാഭം നോക്കരുത്. 1000 ദീനാർ തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് 1000 ദീനാർ കയ്യിലുള്ള ആള് പറഞ്ഞു, ഒരു കഫീല് വേണം, ഒരു ജാമ്യം നിൽക്കാൻ ആള് വേണം. എന്റെ കയ്യിൽ നിന്ന് 1000 സ്വർണ്ണ നാണയം വാങ്ങിച്ചു പോയാൽ നീ വാങ്ങിയിട്ടുണ്ട് എന്നതിന് ആരാണ് എനിക്ക് ജാമ്യം നിൽക്കുന്നത്? നീ ഇത് തരാതിരുന്നാൽ ഞാൻ ആരോട് പോയി ചോദിക്കും? അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഒരു ജാമ്യക്കാരൻ വേണം. ആരാ ജാമ്യക്കാരൻ? തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, കഫാ ബില്ലാഹി വകഫീലാ, എന്റെ കഫീൽ അല്ലാഹുവാണ്. ഞാൻ തന്നില്ലെങ്കിൽ ആരോട് ചോദിക്കും? താനോട് ചോദിച്ചേ, പറ്റുമോ എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. കടം വാങ്ങിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒരു സാക്ഷി വേണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയാൽ ഒരു പേജ് നീളമുള്ള ഒരായത്തുണ്ട്. ഓർമ്മല്ലേ? ഒരു പേജ് നീളമുള്ള ആയത്ത്. ആയത്തിന്റെ പേരാണ് ആയത്തുൽ മുദായന. കടം വാങ്ങിക്കുമ്പോൾ ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഡോക്യുമെന്റേഷൻ. കടം വാങ്ങിക്കുമ്പോൾ എഴുതി വെക്കണം, സാക്ഷികൾ വേണം എന്നാണ് ആയത്തിൽ പറയുന്ന ചർച്ചാ വിഷയം. നമ്മൾ ആരും അങ്ങനെ ചെയ്യാറേ ഇല്ല. പിന്നെ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കടം വാങ്ങിച്ചു കടം കൊടുക്കുന്ന ആള് ടെൻഷൻ അടിച്ച് ജീവിക്കുക, കടം വാങ്ങിച്ചോ വിലസി ജീവിക്കുക. അതാണ് ഇപ്പോഴത്തെ കാലം. വിധങ്ങൾ പറഞ്ഞു, കടമെന്ന് പറയുന്നത് ഹമ്മും ബില്ലൈലി ദുല്ലും ബിന്നഹാർ. അങ്ങനെയാണ്. കടം എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം മുറുകൂല, ടെൻഷനാ. ദുല്ലും ബിന്നഹാർ, നേരം വെളുത്താൽ അത് അപമാനമാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചാൽ അയാളോടൊരു വിധേയത്വമായില്ലേ? അപ്പൊ ഒരു നാണക്കേടാണ് നേരം വെളുത്ത. രാത്രിയാണെങ്കിലോ ഒരു ടെൻഷനുമാണ്. ഇതാണ് കടത്തെപ്പറ്റി മുത്തുനബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നും. പക്ഷെ അത് ആർക്കാന്നറിയോ? കടം കൊടുത്ത ആൾക്ക്. വാങ്ങിയവൻ ഒരു ടെൻഷനോ കൂർക്കം വെച്ച് ഉറങ്ങുന്നുണ്ട്. റബ്ബേ, എന്റെ 10 ലക്ഷം വാങ്ങിയിട്ടാണ് നടക്കുന്നത്, തിരിച്ചു തരുമോ? അല്ലാഹു അഅലം. രാവിലെ എങ്ങാനും വാങ്ങിച്ചു കൊണ്ടുപോയി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് തരുമോ? ആ കടം വാങ്ങിച്ചിന്റെ കുട്ടിന്റെ കല്യാണമായിട്ടുണ്ട്, ആ പൈസ അങ്ങ് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവന്റെ വക ഭീഷണി കാണിച്ചു തരാൻ. ആര്? ഈ വാങ്ങിച്ചു കൊണ്ടുപോയോ? അപ്പൊ മുതലാളിക്ക് ടെൻഷനാ, കൊടുത്തോന് ടെൻഷനും ഉറക്കൂല. ഇത് വേണ്ടത് വാങ്ങിച്ച ആൾക്കാ വേണ്ടത്. എന്തോ ഒരു കാലം അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ആരും സഹായിക്കൂല. നമ്മൾ വിശ്വാസ വഞ്ചന ചെയ്തപ്പോ പലിശയുടെ വാതിലുകൾ അങ്ങനെ തുറന്നു തന്നു. ഇഷ്ടംപോലെ പലിശ കൊണ്ടുവന്നോളൂ, ഇത്ര ശതമാനമേ ഉള്ളൂ, ഇത്ര ശതമാനമേ ഉള്ളൂ, ഞങ്ങൾ 4 തരാം, 7 തരാം, 11 തരാം. അപ്പോ ഹലാലിന്റെ വഴികൾ നമ്മൾ വഞ്ചന കൊണ്ട് മൂടിയപ്പോ ഹറാമിന്റെ വഴികൾ അങ്ങനെ തുറന്നു തന്നു. അപ്പൊ പിന്നെ ആരും കടം കൊടുക്കൂല, പിന്നെ പോയി പണയം വെക്കന്നെ. അപ്പൊ ഹറാമിലേക്ക് നമ്മൾ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. കഫാ ബില്ലാഹി വകീലാ, നമ്മൾ തമ്മിലുള്ള ഇടപാടിന് അള്ളാഹു നമുക്ക് ജാമ്യക്കാരനാണ്. അപ്പൊ പറഞ്ഞു, ഒരു സാക്ഷിയെ കൊണ്ടുവരണം. കടം വാങ്ങിക്കാൻ പോകുന്ന പാവപ്പെട്ട ആള്, ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞു പോയ, ബനു ഇസ്രായേലുകളിൽ കഴിഞ്ഞു പോയ ആള്, കഫാ ബില്ലാഹി ഷഹീദാ, ഈ വാങ്ങുന്നതിന് ഞാനും നിങ്ങളും കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവാണ് സാക്ഷി. സാക്ഷിയില്ല, ജാമ്യക്കാരനുമില്ല. ഉണ്ട്, അതാരാ? അള്ളാഹുവാണ്. പണ്ടൊരാളെ കുടുങ്ങിയപ്പോഴേ എവിടെയോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോ എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ടട്ടോ എന്ന് ചോദിച്ചു. ആ വിളിക്കട്ടോ, നമ്പറൊക്കെ ഉണ്ട്. ആരേന്ന് അറിഞ്ഞോന്ന് ചോദിച്ചില്ല. അള്ളാനെ വിളിച്ചോണ്ടിട്ടോ വന്നു. പറയുന്ന ആള് മൂപ്പരെ വിളിക്കാണെന്നാണ് വിചാരിച്ച സാധു. അള്ളാനെ വിളിച്ചോണ്ടിട്ടോ വന്നു. ആരാ കഫീല്? അള്ളാഹു. ആരാ ഷഹീദ്? അതും അല്ലാഹ്. ഷഹീദ് എന്ന് പറയാൻ സാക്ഷി എന്നാണ് അർത്ഥം. ഇവിടെ രക്തസാക്ഷി എന്ന് പറയാനാണ് ഇത് സാക്ഷി. കടം കൊടുക്കാൻ പോകുന്ന ആള് പറഞ്ഞു, സ്വദഖ്ത, നിങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ്.
നിങ്ങളെ ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി നൽകുകയാണ്. ആ മനുഷ്യൻ അയാൾ കൊടുത്തു 1000 സ്വർണ്ണ നാണയം കൊടുത്തു, കൊണ്ടുപോയിക്കോളൂ. സാക്ഷി ആരാ? അള്ളാഹു. ജാമ്യക്കാരനാരാ? പടച്ചതമ്പുരാൻ. ഇയാൾ കടൽ കടന്ന് വേണം അക്കരക്കേക്ക് യാത്ര ചെയ്യണം. കടലിനക്കരയാണ് ഇയാളുടെ വീട്. അയാൾ യാത്ര പോയി, കപ്പലിൽ യാത്രയായി, തിരിച്ചടക്കേണ്ട സമയമാകുന്നു. ഈ ചരിത്രം മുത്തനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹിൽ ഉദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. കടം വാങ്ങിച്ചു കൊണ്ടുപോയ ആള് തിരിച്ചടക്കാൻ സമയമായിരിക്കുന്നു. തിരിച്ചടക്കണം. അയാൾ വഞ്ചിക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല, വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചേൽപ്പിക്കണം. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ടു തരണം. ദാറുൽ അൻവാർ ഇസ്ലാമിക് കോളേജ്, അതല്ല DIC അല്ലേ? മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരു സ്വതക്ക ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കോളി. പെരേക്ക് വന്നാലും നിങ്ങളെ കിട്ടൂല. അതുകൊണ്ട് ഉള്ളത് മനസ്സറിഞ്ഞു കൊടുത്തില്ലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ജയിപ്പിക്കട്ടെ. ദാനധർമ്മങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ മായ്ച്ചു കളയുന്ന, കുരുത്തക്കേടൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പില്ലല്ലോ, ഒന്നും കൊടുക്കണ്ട കേട്ടോ. ഈ ഉദ്ദേശത്തിന് ഞാനൊരു തെറ്റും ചെയ്യാത്ത പുണ്യവാളനാണെന്ന് തോന്നുകയാണെങ്കിൽ 5 പൈസ കൊടുക്കണ്ട, അല്ലാത്തവരൊക്കെ എടുത്ത് കൊടുത്തേക്ക്. അള്ളാഹു പുറത്ത് തരട്ടെ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് തരട്ടെ. കടം തിരിച്ചു കൊടുക്കാനുള്ള സമയമായപ്പോ നല്ല കാറ്റും കോളുമായി കടലിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. വാങ്ങിച്ച ആൾക്ക് ടെൻഷനായി. പടച്ചവനെ, ഞാൻ അയാളോട് കൃത്യസമയത്ത് തിരിച്ചടക്കാമെന്ന് പറഞ്ഞു. അള്ളാഹുവാണ് എൻ്റെ ജാമ്യക്കാരൻ, അള്ളാഹുവാണ് എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞപ്പോ അള്ളാഹിനെ വിചാരിച്ച് തന്ന ഒരു മനുഷ്യന് ഈ സമ്പത്ത് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന എത്ര വലിയ മോശമാണ്. കപ്പൽ വരുന്നുണ്ടോ, കപ്പലുണ്ടോ? ഒരു കപ്പലും ഒരു ബോട്ടും വന്ന് കടലിലിറങ്ങുന്നില്ല. ട്രോളിംഗ് നിരോധനം എന്നൊക്കെ പറയില്ലേ? കടൽ ഇളകിയാൽ പിന്നെ കപ്പലുകൾക്ക് യാത്രയില്ല. പഴയ കാലത്തെ അവസ്ഥയല്ലേ, ആരും പോയില്ല. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരു മരക്കഷ്ണം കാണുന്നത്. ആ മരക്കഷ്ണം തുരന്ന് ഒരു ദ്വാരമുണ്ടാക്കി 1000 സ്വർണ്ണ നാണയം ഒരു കിഴിയിലാക്കി ആ മരത്തിന്റെ ഉൾഭാഗത്ത് വെച്ച് അടച്ചു വെച്ചു, വാട്ടർ പ്രൂഫ് ചെയ്തു. ഒരു എഴുത്തും വെച്ചു അതില്, നിങ്ങളോട് കടം വാങ്ങിച്ച 1000 ദീനാർ അള്ളാനെ സാക്ഷിയാക്കി വാങ്ങിച്ചത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചടക്കുകയാണിത് എന്ന് പറഞ്ഞ് ഫുലാനുബന് ഫുലാൻ, ഇത് വാങ്ങിച്ച ആളാണിത് എന്ന് മരത്തിന്റെ ഉള്ളിൽ ഒരു രേഖ വെച്ച് 1000 ദീനാർ വെച്ച് ആ മരം ശരിക്കും വാട്ടർ ടൈറ്റായിട്ട് വാട്ടർ പ്രൂഫായിട്ട് അടച്ചു വെച്ചിട്ട് കടലിൽ അങ്ങ് വെച്ചു കൊടുത്തു. അള്ളാഹുവേ, എവിടെയോ ജീവിക്കുന്ന ഒരാൾ ഈ കടലിന്റെ അക്കരെ, പടച്ചവനെ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മരത്തടിയെ ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ ആരിൽ നിന്നാണോ നിന്നെ വിചാരിച്ച് കടം വാങ്ങിച്ചത് ആ മനുഷ്യന്റെ അരികത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഈ മരക്കഷ്ണം കടലിലേക്ക് ഇട്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടലിലേക്ക് വെച്ചു. അലാ ബറകത്തില്ലാഹ്, അതങ്ങ് പോയി. കടം കൊടുത്ത ആൾ കരയിൽ കാത്തിരിപ്പായി. അല്ലാഹുവേ, പറഞ്ഞ സമയമായി, ദിവസമായി, അയാൾ എവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ കപ്പലുകളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. ഓ, ബസ്സമരാണെന്നൊക്കെ പറഞ്ഞ പോലെ ബോട്ടില്ലല്ലേ. അങ്ങനെ നടക്കുമ്പോ തണുപ്പ് കാലമാണ്, ഒരു മരത്തടി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ചൂടുകാലല്ലേ, ആ വിറക് കിട്ടിയാലൊന്ന് കൊണ്ടുപോയി കത്തിച്ചു നോക്കാം. മരുഭൂമിയല്ലേ, മരങ്ങളൊന്നും കിട്ടില്ലല്ലോ. ആ മരത്തടിയെങ്കിൽ അത് ഇന്നിപ്പോ ഇതേ ഉള്ളൂ, അതും പിടിച്ച് വീട്ടിലേക്ക് പോവാണ്. ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ദാ ഒരു മരക്കഷ്ണം ഉണക്കിയിട്ട് നീ കത്തിക്കാനെടുത്തോ. എന്റെ കൂട്ടുകാരനെ കണ്ടില്ല, ഇന്ന് വരേണ്ട ആളാണ്, 1000 ദീനാറുമായി വന്നിട്ടില്ല, കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു മരം കിട്ടി, ഞാൻ എതിട്ടങ്ങ് പോകുന്നതാണ്. ഭാര്യ ഇത് പൊട്ടിച്ചു നോക്കുമ്പോ അതിനകത്ത് 1000 ദീനാറുണ്ട്, ഈ എഴുത്തുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതെന്തത്ഭുതം, ഇതെന്തത്ഭുതം. തിരമാലകളുടെ ഓളങ്ങളെ വകഞ്ഞു മാറ്റി ആ മരക്കഷ്ണത്തെ അല്ലാഹു ഈ മനുഷ്യന്റെ കൺമുമ്പിൽ കൊണ്ടെത്തിച്ചു.
ഇത് ഏതെങ്കിലും വാറോല കഥകളല്ല. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസാണ്. സ്വഹീഹുകളിൽ ഏറ്റവും സ്വഹീഹായ സുശക്തമായ ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ്. ആ മരക്കഷ്ണത്തിനുള്ളിൽ ഇതുണ്ട്. 1000 ദീനാറുണ്ട്. കൂട്ടുകാരന്റെ എഴുത്തുമുണ്ട്. കപ്പൽ കിട്ടിയില്ല, എന്നോട് ക്ഷമിക്കണം, കയ്യിൽ കൊണ്ടും തരാൻ പറ്റിയിട്ടില്ല, ഇത് സ്വീകരിച്ചേക്കണം. എന്നിട്ട് അത് വിചാരിച്ച ആൾ ഇരുന്നില്ല എന്ന അത്ഭുതം. ആ കൊടുത്തയച്ച ആൾ എന്നാണോ ആദ്യമായ ബോട്ട് ഇറങ്ങുന്നത്, വെള്ളത്തിൽ ഇറങ്ങുന്നത്, അന്നേക്ക് ടിക്കറ്റ് എടുത്ത് തന്റെ കൂട്ടുകാരന്റെ കയ്യിലേക്ക് 1000 ദിർഹം ദീനാറുമായി അത്രയായി. പഴുത് കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. 1000 ദീനാറുമായി വീണ്ടും കൂട്ടുകാരന്റെ വീടന്വേഷിച്ചു എന്ന് ചോദിച്ചു, കണ്ടുപിടിച്ചു, സലാം പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. ഓർമ്മയുണ്ടോ 1000 ദീനാറ് ഞാൻ വാങ്ങിച്ചത്? ഞാൻ വൈകിപ്പോയി കേട്ടോ, ക്ഷമിക്കണേ, കപ്പൽ കിട്ടിയില്ല, ഇതാ നിങ്ങളുടെ 1000 ദീനാർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ നിക്കട്ടെ, അത് നിങ്ങൾ കൊടുത്തയച്ചല്ലോ, എനിക്കത് കിട്ടിയല്ലോ. മാഷാ അല്ലാഹ്, കിട്ടിയോ? കിട്ടി. അല്ലാഹു എനിക്ക് എത്തിച്ചു തന്നു. ഈ സംഭവം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞവസാനിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ ഈ വരികൾ കാണാൻ കഴിയും. ഫലഖദ് റഅയ്തുനാ യക്സുറു ലഗതുനാ വമിറാഉനാ ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹുമാ ആമനു മിൻ സാഹിബിഹി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ ചരിത്രം ചർച്ചയാവുമ്പോ ഞങ്ങൾ സ്വഹാബിമാരുടെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ചർച്ചയിലും തർക്കത്തിലും ഞങ്ങൾ തർക്കിച്ച് സംസാരിക്കുന്നത് എന്താണെന്നറിയുമോ? അയ്യുഹുമാ ആമനു മിൻ സാഹിബിഹി ഐ അശദ്ദു ഈമാനൻ. ആർക്കാണ് ഈ രണ്ടാളുകളിൽ ആരുടെ ഈമാനാണ് കൂടിയത്? അള്ളാനെ സാക്ഷിയാക്കി, അള്ളാഹുവിനെ കഫീലാക്കി പൈസ കൊടുത്ത മുതലാളിയോ, അള്ളാനെ സാക്ഷിയാക്കി, അള്ളാഹുവിനെ സാക്ഷിയാക്കി 1000 ദീനാർ, 1000 സ്വർണ്ണ നാണയം ഒരു മരത്തിലാക്കിയിട്ട് കൊടുത്തയച്ച കടം വാങ്ങിച്ച ആളോ, ആരുടെ ഈമാനാണ് വലുത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ചയിൽ ശബ്ദമുയർന്നു പോയിട്ടുണ്ട് നബിയുടെ മുമ്പിലെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഈ വിശ്വസ്തത ഒരു മുഅ്മിനായ മനുഷ്യന്റെ സമ്പാദ്യമാണ്. അയ്യമൽ അജലൈനി ഖദൈതു ഫലാ ഉദ്വാന അലൈ വല്ലാഹു അലാ മാ നഖൂലു വകീൽ. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമിനോട് ശുഐബ് നബി അലൈഹിസ്സലാം, മൂസ നബിയെ 8 വർഷമോ 10 നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞതിൽ ഖാല ദാലിക ബൈനി വബൈനക്, ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള കരാറാണ്. കരാർ വ്യവസ്ഥയെ ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. അയ്യമൽ അജലൈനി ഖളൈതു ഫലാ ഉദ്വാന അലൈ വല്ലാഹു അലാ മാ നഖൂലു വകീൽ. മൂസ നബി അലൈഹിസ്സലാം ഏത് കാലമാണ് നിർവഹിച്ചത്, 8 ആണോ 10 ആണോ എന്ന് ഒരു ജൂതൻ സഈദ് ഇബ്നു ജുബൈർ എന്നവരോട് ചോദിച്ച സംഭവമായിട്ടാണ് ഈ പ്രഭാഷണത്തിലെ ചർച്ച നമ്മൾ ആരംഭിക്കുന്നത്. അഫ്ളലഹുമാ വഅത്യബഹുമാ, ആ പറഞ്ഞതിൽ ഏറ്റവും നല്ലത്, ആ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലയളവ് വഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല ഫഅൽ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, അല്ലാഹുവിന്റെ ദൂതന്മാർ അവരെന്താണോ പറയുന്നത് അതവർ ചെയ്തിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. പ്രവാചകന്മാർ നിങ്ങൾക്ക് മാതൃകയായവരാണ്. അതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ മുദ്രകർലാസ് എന്തെങ്കിലും തട്ടിപ്പിലുണ്ടാക്കും, വേറെ വല്ലോൻ്റെ സ്ഥലം നമ്മളെ പേരിലാക്കും അല്ലേ? ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഓഹരി ഓരി വെക്കുമ്പോൾ തട്ടിപ്പ് നടത്തും. അതിൽ നമ്മുടേതല്ലാത്തത് നമ്മുടെ പേരിലാക്കിയിട്ട് ഫോർജ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കും. എന്നിട്ട് പറയും ഞാൻ പള്ളി സെക്രട്ടറിയാണ്, ഞാൻ പ്രസിഡന്റാണ്, ഞാൻ ഖജാൻജിയാണ്, ഞാൻ അതാണ് ഇതാണ്. ഒരു കാര്യമില്ല. അമാനത്ത് അത് കളഞ്ഞു കുളിച്ചിട്ടൊരു വിശ്വാസിക്ക് സ്വഭാവമല്ല. വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ എന്തിനാ പറ്റുക? ഒന്നിനും പറ്റൂല എന്ന് തന്നെ.
പിന്നെ അയാൾ ഒന്നിനും പറ്റില്ല. അതുകൊണ്ടാണ് വിശ്വസ്തത ആണുങ്ങളിലും പെണ്ണുങ്ങളിലും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ലോകാവസാനം കാത്തിരിക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. മനുഷ്യന്മാർ പറയുന്നത് നുണയാണ്. അങ്ങനെ ആയാൽ വെറുതെ ബടായി വിളിച്ചു പറയാം, നുണ വിളിച്ചു പറയാം, വിശ്വാസ വഞ്ചന ചെയ്യുക. ഷോപ്പുകളിലൊന്നും ഒരാളെയും ഏൽപ്പിച്ചിരുത്താൻ വയ്യ. നിസ്കരിക്കാൻ പോണ നേരത്ത് വരെ ഒരാളെ പകരിരുത്താൻ വയ്യ. എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റും. എന്താ ചെയ്യുക? CCTVക്ക് വരെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുക? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ മുസ്ലിമാന്ന് പറയും, ഓൻ തഹജ്ജുദുള്ള ആളാണ്, ഓൻ ദുഹാസ്കരിക്കുന്ന ആളാണ്. ഒരു കാര്യമില്ല. പൈസ അടിച്ചു മാറ്റിയിട്ടേ ഇപ്പം നിസ്കരിക്കാനൊന്നും ചെലവില്ലല്ലോ. മനുഷ്യന്മാരുമായി ഹക്കടപാടുകൾ, ഇത് വലിയ വിഷയമാണ്. ഇത് വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് എന്ന് അള്ളാഹു പറയുന്നത്. മുത്തനബി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് 3 വിഭാഗത്തിന് അള്ളാഹു നാളെ എതിരാണ്. അള്ളാഹനെ വിചാരിച്ച് ചോദിക്കുന്നു, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയാണെന്ന് ചോദിക്കുന്നു, യതീമക്കളെ പേര് പറഞ്ഞിട്ട് പിരിവ് നടത്തുന്നു, ദീനിന്റെ ആലിമീങ്ങളെ വാർത്തെടുക്കാനാണ്, അതാണ് ഇതാണ്, പള്ളിയാണ്, മദ്രസയാണ് ആവട്ടെ, അതിനൊക്കെ നമ്മൾ സഹായിക്കണം. പക്ഷേ അത് സഹായം നൽകപ്പെടുമ്പോൾ അത് അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണ്. അത് ഭൗതികമായ തൻ്റെ താല്പര്യങ്ങൾക്കുള്ളതല്ല. എന്നിട്ട് വഞ്ചന നടത്തുന്നു. കയ്യും കണക്കുമില്ല, ഒരു കണക്കും വിസ്തരിക്കൂല. അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് മൂപ്പരെ വിശ്വാസമാണ്. അങ്ങനെ ഒരു സംഭവം ദീനിലില്ല. കണക്കിന് ബോധിപ്പിക്കണം, കണക്ക് ബോധിപ്പിക്കണം. എത്ര കിട്ടി, എത്ര ചെലവായി, കോടികൾ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, ഒരു അഡ്രസ്സും ഇല്ല. അനുയായികളും ചോദിക്കൂല, അല്ലാത്തവർ ചോദിച്ചാൽ മറുപടി ഇല്ല. ഒരു കാര്യമില്ല. മിണ്ടണില്ല, കൽത്തൂണി മുങ്ങിയ പോലെ, കുമിള പോലും മേലോട്ട് വരാൻ കാണുന്നില്ല. അള്ളാഹനെ വിചാരിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്. മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. സ്വലാത്തിന്റെ മജ്ലിസുകളിൽ കൊടുക്കുന്നത് അള്ളാഹനെ വിചാരിച്ച് കൊടുക്കുകയാണ്, അല്ലേ? ഇൽമിന്റെ മജ്ലിസിൽ കൊടുക്കുന്നത് അള്ളാഹനെ വിചാരിച്ചിട്ടായി കൊടുക്കുന്നത്, അല്ലേ? അള്ളാഹിനോടും ദീനിനോടും സ്നേഹം ഉണ്ടായതിന്റെ പേരിൽ അതിൽ പിന്നെ പോക്കറ്റ് അടിക്കുക. ഇത് ഉത്തരവാദിത്തമാണ്. സ്ഥാപനങ്ങളുടേത് വലിയ വലിയ ഉത്തരവാദിത്തമാണ്, ചെറുതല്ല, ചെറുതല്ല. അൽ അമാറത്തു ഹസ്റത്തുൻ വനദാമത്തുൻ യൗമൽ ഖിയാമ. നേതൃത്വം നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ സങ്കടത്തിന് കാരണമാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഖുതുബ നിർവഹിക്കുമ്പോൾ യാ അയ്യുഹന്നാസ് സമഅൻ വതഅ, ജനങ്ങളെ നിങ്ങൾ കേൾക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞ് ഉമർ എന്നവർ ഖുതുബ നടത്തുമ്പോ സദസ്സിൽ നിന്ന് ഒരാൾ ലാ സമഅൻ വലാ തഅ, ഉമറേ ഞങ്ങൾ കേൾക്കൂല, അനുസരിക്കുകയുമില്ല. ആരായി പറയുന്നത്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ വിഐപികളുണ്ട്, വിവിഐപികളുണ്ട്. ഇത് വിഐപി ആണ്, പക്ഷെ വിവിഐപി അല്ല. സൽമാൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിയാണ്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത് എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ്. പക്ഷെ ഖുലഫാ ഉർ-റാഷിദീങ്ങളുടെ ആ കാറ്റഗറിയിലേക്ക്, അശറത്തുൽ മുബശ്ശരീനിന്റെ കാറ്റഗറിയിലേക്ക്, അത് വിവിഐപിയിലേക്ക് എത്തൂല. വിഐപി ആണ്. നമ്മൾ പറയില്ലേ, ഇവിടൊക്കെ മഹാന്മാരുടെ ഖബറുകളൊക്കെ പൊന്തിച്ചു വെക്കുന്നുണ്ട്. എന്താ പിന്നെ ജന്നത്തുൽ ബഖീലൊക്കെ എത്തുമ്പോൾ ഒക്കെ നിരത്തി ഒരേപോലെയാണല്ലോ, ഒക്കെ മീസാൻ കല്ലല്ലേ കാണുന്നുള്ളൂ, ഒക്കെ സ്വഹാബികളല്ലേ. മുഴുവൻ വിഐപികളാണ്. ആരുടെ വെച്ചിട്ടാ പൊന്തിക്കുക? ഒക്കെ വിഐപികളാണ്, എല്ലാം വിഐപികളാണ്. സുബ്ഹാന. നാടന്മാരുടെ ഇടയിൽ വിഐപി ഉണ്ടാകുമ്പോഴല്ലേ തിരിച്ചറിയാൻ പറ്റും. മൊത്തം വിഐപികളാണ്, എന്ത് ചെയ്യാൻ പറ്റും? ലാ സമഅൻ വലാ തഅ, ഉമറേ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല, അനുസരിക്കില്ല. ഉമർ എന്ന് പറയും, എന്തായി പറയണത് പടച്ചോനെ? ഖലീഫ പറയുമ്പോ കേൾക്കണം എന്നാണ്, അമീർ പറയുമ്പോ കേൾക്കണം, നേതാവ് പറയുമ്പോ കേൾക്കണം. കേൾക്കൂല ഉമറെ, അനുസരിക്കൂല. ഉമർ തങ്ങൾ ചോദിച്ചു, വലിമ, എന്തേ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളെല്ലാവർക്കും ഒരു ഷർട്ട് പീസ് നിങ്ങളെ വക തന്നിട്ടുണ്ട്, ബൈത്തുൽ മാലിന്റെ ഷർട്ട് പീസ്. ഞങ്ങളൊക്കെ കമ്മീസും
അടുപ്പിച്ചു. നോക്കുമ്പോ കമ്മീസൊക്കെ കാൽമുട്ടിന്റെ അടിക്കണ്ട് എത്തുന്നേ ഉള്ളൂ. അത്ര ചെറുതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഷർട്ട് പീസ്. പക്ഷെ നിങ്ങൾ നീളമുള്ള ആളാണ്, നിങ്ങളുടെ ഷർട്ട് പീസ് ശരിക്ക് കാലിന്റെ പകുതിയും കഴിഞ്ഞ് ഞെരിയാണിയോളം നിങ്ങൾക്കുണ്ടല്ലോ, ഇത്ര നീളമുള്ള പീസ് നിങ്ങൾ അടിച്ചു മാറ്റിയതല്ലേ, അതിന് കണക്ക് വേണം എന്നിട്ട് പറഞ്ഞാൽ മതി ഖുതുബ. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു അവകാശമുണ്ട് നേതൃത്വത്തോട് ചോദിക്കാൻ, കണക്ക് വേണം. എവിടുന്നാണ് പരിധിയിൽ കഴിഞ്ഞ ഈ വരുമാനം, എവിടുന്നുണ്ടായി, എവിടുന്ന് കിട്ടി, എവിടുന്ന് ഉണ്ടാക്കിയത്, ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അധ്വാനിച്ചിട്ടുണ്ടോ? ഇല്ല. വാപ്പ വഴി കച്ചവടം ചെയ്തു വരുന്ന കുടുംബമാണോ? അതുമല്ല. പിന്നെ എവിടുന്ന് കോടികൾ ഉണ്ടാക്കിയത് അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. അനുസരണമില്ല, കേൾക്കുകയുമില്ല. ഉമറേ, ഖുതുബകൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കേൾക്കൂല. എവിടുന്നാണ് നിങ്ങളുടെ നീളം കുപ്പായത്തിന് ഇത്രയും നീളമുള്ള തുണിക്കഷ്ണം എവിടുന്ന് കിട്ടി? ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഒന്നല്ലേ എടുക്കാൻ പാടുള്ളൂ, നിങ്ങൾ 2 എടുത്തിട്ടുണ്ടല്ലോ, അപ്പോഴല്ലേ എത്ര നീളത്തിലടിക്കാൻ പറ്റുള്ളൂ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ പ്രഗൽഭനായ ഹബീബിന്റെ സ്വാഹിബൈനിൽ പെട്ട ആളാണ്. ഇഷ്ടപ്പെട്ട 2 കൂട്ടുകാരിൽ ഒരാൾ. ഉമർ എന്നവർ സദസ്സ് ചോദിച്ചു, എന്റെ മകൻ അബ്ദുള്ള ഉണ്ടോ എവിടെ? അബ്ദുല്ലാഹിബ്നു ഉമർ എവിടെ? അബ്ദുള്ള എവിടെ? അബ്ദുള്ള ഉണ്ടോ? അബ്ദുള്ള തങ്ങൾ വേക്കുന്നു. ദാ ഞാൻ. മോനെ, വാപ്പാക്ക് വേണ്ടി മറുപടി പറയും, മോനെ വാപ്പാക്ക് വേണ്ടി മറുപടി പറയേ. അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവർ എഴുന്നേറ്റ് നിന്നു. ജനങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ പോലെ ഒരു ഷർട്ട് പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, വാപ്പാക്കും കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഷർട്ട് ഉള്ളതിന്റെ പേരിൽ എന്റെ ഷർട്ട് പീസ് ഞാൻ എന്റെ വാപ്പാക്ക് ദാനം ചെയ്തിട്ടുണ്ട്. എന്റേതും വാപ്പാന്റേതും ഒരുമിച്ച് തുന്നിയപ്പോഴാണ് വാപ്പാക്ക് നീളമുള്ള കമീസ് ഉണ്ടായത്. എന്റെ വാപ്പ അനർഹമായിട്ട് ഒന്നുപോലും എടുത്തിട്ടില്ല. മകനായ എനിക്ക് കിട്ടിയ എന്റെ ഓഹരി എന്റെ വാപ്പാക്ക് കൊടുത്തതാണ്, നിങ്ങളുടേത് അടിച്ചു മാറ്റിയതല്ല എന്ന് പൊതുജനങ്ങളോട്, സ്വഹാബിമാരോട് സംസാരിച്ചു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇതാണ് ദീനിന്റെ പാരമ്പര്യം, ഇതാണ് ദീനിന്റെ പാരമ്പര്യം. ഈ ഉമ്മത്ത് അമാനത്തിൽ ജീവിക്കുന്ന ഉമ്മത്താണ്, വിശ്വസ്തതയിൽ വഞ്ചിക്കാൻ പാടില്ല. വഞ്ചന നടക്കുന്നുണ്ടോ എന്ന സൂചന വരുമ്പോ തെളിവ് കാണിച്ചു കൊടുക്കണം. തെറ്റുകൾ തിരുത്തണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം, മാറ്റപ്പെടേണ്ടവരെ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇത് ഈ ദീനിന്റെ സുതാര്യമായ നടത്തിപ്പിന് അനിവാര്യമാണ്. ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന സംഭവമല്ലേ, വിഷയങ്ങൾ ട്രാൻസ്പാരന്റ് ആവണം, ഒളിപ്പിച്ചു വെക്കണ്ട, ആളുകൾ അറിയട്ടെ, കൃത്യമായ കണക്ക് ബോധിപ്പിക്കണം. ഈ സംഭവങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് മുമ്പ് വിശ്വാസം എന്നാ പറയാ, അങ്ങനൊരു സംഭവമില്ല. കണക്ക് ബോധിപ്പിക്കേണ്ട വിഷയം, ഉമ്മത്തിന്റെ സമ്പത്തിന്റെ വ്യവസ്ഥയിൽ കണക്ക് വേണം, അമാനത്ത് വേണം. അള്ളാഹുവിന്റെ പേര് വെച്ച്, അള്ളാഹുവിന്റെ പുണ്യം പറഞ്ഞ്, സ്വർഗവും നരകവും പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പിരിച്ചെടുക്കുന്നത് എന്തോ ആകട്ടെ, എന്തിന്റെ പേരിലാവട്ടെ, അള്ളാന്റെ പേര് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ വഞ്ചന നടത്താൻ പാടുള്ളതല്ല. അങ്ങനെ വഞ്ചന നടത്തുന്ന ആളുകൾ അള്ളാഹു നാളെ അവർക്ക് പരലോകത്ത് എതിരാണ്. ഞാൻ ആരുടെയെങ്കിലും പ്രതിപക്ഷമാണെങ്കിൽ ഞാൻ അവരെ തകർത്തു കളയുമെന്ന് അള്ളാഹു ജല്ല ജലാലു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വറജുലുൻ ബാഅ ഹുർറൻ ഫഅകല സമനഹ. സ്വതന്ത്രനായ ഒരാളെ അടിമയാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തി. അന്ന് അടിമച്ചന്തകളുണ്ട്. അബ്രഹാം ലിങ്കൺ അടിമമോചനത്തിന്റെ സന്ദേശവുമായി വരുന്നതിന്റെ നൂറ്റാണ്ട് മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ അടിമ വിമോചനത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. നബി തങ്ങൾ അത് നിർത്തലാക്കുകയുണ്ടായി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായിട്ട് വിൽക്കും. സ്വതന്ത്രനെ കൊണ്ടുപോയി അടിമയാക്കുക ചെയ്യാൻ പാടില്ലല്ലോ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വറജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു. മൂന്നാമത്തെ വിഭാഗം,
കൂലിക്ക് വിളിച്ചു, ഒരാളെ ജോലി ചെയ്യാൻ വിളിച്ചു. ഫസ്തൗഫാ മിൻഹു, അയാളെ ശരിക്ക് പണിയെടുപ്പിച്ചു, അധ്വാനിപ്പിച്ചു. അവിടെ കിളക്ക്, ഇവിടെ കിളക്ക്, അത് വെട്ട്, ഇത് വെട്ട്, ഈ ജോലി, ആ ജോലി. ഇന്ന് രാവിലെ ഒരു 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ ജോലിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ ജോബ് എക്സ്പീരിയൻസ് പറയുമല്ലോ, എവിടെയും ജോലി ചെയ്തിട്ടുണ്ടോ, ഒരു മിനിമം 1 ഇയറെങ്കിലും ജോലി ചെയ്യണ്ടേന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ 1 മാസം ജോലി ചെയ്തു, പക്ഷെ ആ 1 മാസം 4 കൊല്ലത്തെ ഡാറ്റ ഞാൻ അവർക്ക് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നടു ഒടിയോളം ഞാൻ പണിയെടുത്തിട്ടുണ്ട്. 1 മാസേ ജോലി ചെയ്തിട്ടുള്ളൂ, പക്ഷെ 4 കൊല്ലത്തെ കണക്ക് മുഴുവൻ സിസ്റ്റത്തിലേക്ക് കയറ്റി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും പണിയെടുത്തു. ഫസ്തൗഫാ മിൻഹു, ഒരാളങ്ങട്ട് പിഴിഞ്ഞെടുക്കുക എന്ന് പറയില്ലേ. വലം യുഅ്തിഹി അജ്റഹു, അർഹമായ വേതനം അവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അർഹമായത് കൊടുക്കാതിരിക്കാൻ, അത് പള്ളി കമ്മിറ്റിക്കാർ ശരിക്കും കേട്ടോളി. ഉസ്താദുമാരൊക്കെ മുഅല്ലിമീങ്ങളുണ്ടാവും, മുഅദ്ദിനുമാരുണ്ടാവും, മുദർരിസുമാരുണ്ടാവും, സദർമാരുണ്ടാവും, ഖത്തീബുമാരുണ്ടാവും, ഖാദിമാരുണ്ടാവും. കമ്മിറ്റിക്കാരെ ആലിമീങ്ങളെ ഭരിക്കരുത്. പറഞ്ഞുതരാണ്, നിങ്ങൾക്ക് പവറൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷെ അതിലും വലിയ പവർ ഇൽമിനാണ്. ചവിട്ടിത്തേക്കരുത് ആലിമീങ്ങളെ. ഞങ്ങൾ ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ വീട് പട്ടിണിയാവും, ഞങ്ങളങ്ങ് പിരിച്ചുവിടും. ഇത് നിങ്ങളെ പിരിച്ചുവിടാൻ കഴിവുള്ള ആളവിടെ മേലുണ്ട് എന്ന് ഓർമ്മ വേണം. ജോലി ചെയ്താൽ അതിന് കൃത്യമായ ശമ്പളം കൊടുക്കണം. അതൊരു മാന്യതയാണ്. നമ്മളൊരു ഉസ്താദ്മാർക്കൊക്കെ പിന്നെ ബർക്കത്തല്ലേ, നിങ്ങൾക്ക് ബർക്കത്ത് പറ്റൂലേ? അവർക്കതൊക്കെ ധാരാളല്ലേ. ആ കൊടുക്കുന്ന ശമ്പളം നിങ്ങളുടെ വീട്ടിൽ ഒരാഴ്ചക്ക് തികയൂല. നിങ്ങൾ പറയാം അവർക്ക് പിന്നെ ബർക്കത്തുണ്ട്, പിന്നെ കിമ്പളം. എന്ത് കിമ്പളം? എന്നിട്ട് ഈ സാധുക്കൾ അടങ്ങാറ കുറേ ആൾക്കാർ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും ജോലി ചെയ്തിട്ടും അവിടെ ട്യൂഷന് പോയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും നടുവൊടിഞ്ഞ് പണിയെടുക്കുക. സ്വന്തം ജോലി കൃത്യമായി നിർവഹിക്കാൻ പറ്റണില്ല. എന്തേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത്രയും ശമ്പളം കൊടുക്കുള്ളൂ. ഇപ്പോഴും പഴയ കണക്കാ. ആ 1 അണൻ്റെയും 2 അണൻ്റെയും കാലം കഴിഞ്ഞു അല്ലേ? സാധനങ്ങളുടെ വില കൂടുതലും ചെലവുകളും ഒക്കെ നമുക്കറിയാം. മാന്യമായൊരു ശമ്പളം ഉസ്താദ്മാർക്ക് മാത്രമല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്ന പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ദയവ് ചെയ്ത് പറയട്ടെ, അതിൽ ഹൈന്ദവ സഹോദരിമാർ, ക്രിസ്ത്യാനികളായവർ, ദലിത് വിഭാഗക്കാർ, മുസ്ലിമീങ്ങൾ അല്ലാത്തവരൊക്കെ ജോലിക്ക് വന്നേക്കാം ടീച്ചർമാരായിട്ട്. ടീച്ചർമാർക്കൊരു അഭിമാന ബോധം ഉണ്ടാവും. ശമ്പളം പോരാന്ന് പറഞ്ഞ ഈ സമരങ്ങളൊക്കെ വല്ലപ്പോഴും ഇടക്കാലത്തൊക്കെ നടന്നു എന്നല്ലാതെ അധികമൊന്നും വിളിച്ചു പറയില്ല, അഭിമാന ബോധം കൊണ്ട്. എത്ര ശമ്പളം കൊടുക്കുന്നത്? 5000, 6000 ടീച്ചർക്ക്. എന്നിട്ട് പിന്നെ പാരൻസ് ഈവനിങ്ങിൻ്റെ വന്നിട്ട് പാരൻസ് മുഴുവൻ ഷൗട്ട് ചെയ്യും, എൻ്റെ കുട്ടീൻ്റെ കയ്യെഴുത്ത് മോശമാണ്, അവന് മാർക്ക് ഇത്ര മോശം. എത്ര ഇപ്പോൾ കൊടുക്കണത് ഇവർ? ആ ടീച്ചർമാർ വീട്ടിലെത്തിയാൽ അവരുടെ മക്കളെ നോക്കണ്ടേ? അവർക്ക് വീടില്ലേ, കുടുംബമല്ലേ? അവിടെ എത്തിയ മാർക്ക് നിങ്ങൾ ശരിട്ട് തെറ്റാണല്ലോ, തെറ്റുകൾ ശരിട്ടിടണം, ശരിക്ക് തെറ്റിട്ടിടണമല്ലോ. ഒരു ഉമ്മാക്ക് ഒരു കുട്ടീൻ്റെ ബുക്ക് നോക്കിയാൽ മതി, ഈ ടീച്ചർക്ക് 500 കുട്ടികളുടെ ബുക്ക് നോക്കണം. അപ്പം നമ്മൾ തെറ്റ് കണ്ടെത്തിയിട്ട് ചെന്ന് അവരങ്ങ് ഇരുത്തി പൊരിക്കണം, തിരക്കേടില്ല. അർഹമായ ശമ്പളം അവർക്ക് കൊടുക്കുന്നുണ്ടോ മാനേജ്മെൻറ്റുകൾ? ഇല്ല. അവർക്ക് സാരി വാങ്ങാൻ പോലും തികയില്ല, ബസ് ഫെയറിന് പോലും തികയുന്നുണ്ടാവില്ല. ഈ ചൂഷണം അവസാനിപ്പിക്കണം. മനുഷ്യരെ ചൂഷണം ചെയ്യരുത്. അതാണ് അടിമത്തം എന്ന് പറയുന്നത്. സ്ലേവറി ഈസ് ആൻ ഓൺഗോയിങ് ബിസിനസ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടമാണ് സത്യത്തിൽ അടിമത്തം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ അടിമകളാക്കി വെക്കുക. ഒരു മുസ്ലിമും അത് ചെയ്യരുത് എന്ന് മുസ്ലിമിന്റെ നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരൊക്കെ BEd പഠിച്ചവരല്ലേ, MEd എടുത്തവരുണ്ട്, PG പഠിച്ചവരാണ്. എത്ര അധ്വാനിക്കണം പഠിക്കണമെങ്കിൽ. എന്നിട്ട് നിസ്സാര ശമ്പളം. അപ്പൊ അവർക്ക് ABCD അല്ലേ പഠിപ്പിച്ചു കൊടുക്കാന്ന് ചോദിക്കരുത്. ABCD പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളെക്കാളും യോഗ്യനാണ്. അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ചെറിയ മക്കൾക്ക്. നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികൾ എളുപ്പമാണെന്ന്. എളുപ്പമല്ല. നമുക്ക് നമ്മളെ 2 കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റും. മരുവ് കഴിഞ്ഞാൽ ഇരിക്കുമോനെ പാഠം തുറക്കെന്ന് പറഞ്ഞ ഒരു കുട്ടി എണീറ്റ് പോയി, ഉമ്മ എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനെ പിടിച്ചു കൊണ്ടുവന്ന ഉമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ,
2 മക്കളെ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇങ്ങനത്തെ 10, 30, 40 കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ വെച്ച് പഠിപ്പിക്കുന്ന അധ്യാപികക്ക് 6000, 7000, 8000 ഒക്കെ. ഇതൊന്നും വലിയ ശമ്പളമല്ല. ഫീസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാന്യമായ ശമ്പളം കൊടുക്കണം. ഇത് കൊടുക്കാൻ കഴിയില്ലേ? നിങ്ങളിത് നടത്തരുത്. ദയവ് ചെയ്ത് മനുഷ്യരെ അടിമകളാക്കരുത്. ഇത് നമ്മുടെ ഹബീബ് പഠിപ്പിക്കുകയാണ്. ഇത് ഇസ്ലാമാണ്. ഇസ്ലാം പറയുമ്പോഴേക്കും യുദ്ധം ചെയ്യല്, ആളെ കൊല്ലല്. നിങ്ങൾ എവിടെ നിന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിച്ചു? മുത്തുനബി തങ്ങൾ സംസ്കാരമാണ് പഠിപ്പിച്ചത്, മനുഷ്യത്വമാണ് ഈ പഠിപ്പിക്കുന്നത്. ആരെ കൂലിക്ക് വിളിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നുവോ അർഹമായ ശമ്പളം കൊടുക്കണം. ഇത് ദീനാണ്, അമാനത്താണ്, വിശ്വസ്തതയാണ്. അത് മഹല്ലുകളിൽ വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വേണം, കച്ചവട സ്ഥാപനങ്ങളിൽ വേണം. എവിടെയൊക്കെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ വേണം, നിർബന്ധമാണ്. അല്ലാത്തൊരു ചെയ്യരുത്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ ഉംറയുടെ എണ്ണമോ ഹജ്ജിന്റെ വണ്ണമോ നിസ്കാരത്തിന്റെ തഴമ്പോ നോക്കുന്നതിനപ്പുറം മനുഷ്യനോട് ദുൽമ ചെയ്താൽ അല്ലാഹു നാളെ നമുക്കെതിരാണ്. വമൻ കുന്തു ഖസ്മഹു ഖസംതുഹു. ഞാൻ നാളെ നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് അല്ലാഹു ജല്ല ജലാലു. നമ്മൾ എന്താണ് ഈ വാക്കിനെ മനസ്സിലാക്കുന്നത്? എന്താണ് ഈ വാക്കുകളുടെ ആഴം എത്രയാണ്? ആ ആശയത്തിന്റെ ഗാംഭീര്യം എത്രയാണ്? മനുഷ്യരെ ചൂഷണം ചെയ്യരുത്. ജോലിക്ക് വിളിക്കുന്നുണ്ടോ അർഹമായി ശമ്പളം കൊടുത്തേക്കണം. അത് എത്രയാണെന്ന് ഞാൻ ഇവിടെ പറയല്ല. പക്ഷേ ഒരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലം കാണണം. ഇത് പറഞ്ഞത് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളാണ് ഇത്രയും വലിയ മാന്യത നമ്മളെ പഠിപ്പിച്ചത്. ജനങ്ങളെ വഞ്ചിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചത് മുത്തുനബി തങ്ങളാണ്. ഇതിലെ ഒന്നാമത്തെ മാതൃക. ഫലസ്തീനിലേക്ക് എത്തിയ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന് പറയുന്ന അന്നത്തെ ഖുറൈശി നേതാവ്, പിന്നീട് സ്വഹാബിയായി മാറിയ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനോട് ഹിറഖിൽ രാജാവെന്ന് ചോദിക്കുകയുണ്ടായി. അല്ലേ സുബ്ഹാനല്ലാഹ്. അങ്ങോട്ട് വെച്ച് കാച്ച പച്ച നുണ ഒരു യാഥാർത്ഥ്യമായ ഒരു ബന്ധമല്ല. അങ്ങോട്ട് അടിച്ചുവിടാം. അപ്പൊ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ടേ ആർക്കും അടിച്ചുവിടാലോ. സുബ്ഹാനല്ലാഹ്. മുത്തുനബി തങ്ങൾ നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടോ? ഹിറാഖ്ലിയസ് രാജാവിന്റെ ചോദ്യം ആരോട്? മുഹമ്മദ് നബി തങ്ങളുടെ ശത്രുവിനോട്. നമ്മളെപ്പറ്റി നമ്മുടെ ശത്രുവിനോട് ചോദിച്ചാൽ മാന്യനായ ഒരു ശത്രു നമ്മളെപ്പറ്റി എന്ത് പറയും? എന്നിട്ട് ഇരിക്കട്ടെ മിത്രത്തിന്റെ കാര്യം. ആ ശത്രു നമ്മളെപ്പറ്റി പറയുമ്പോൾ ഇയാൾ നുണ പറയുന്ന ആളാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വില വട്ടപൂജയാണ്. നമ്മുടെ ശത്രുവിനോട് നമ്മളോട് എതിർപ്പുണ്ടായിരിക്കാം, നമ്മളോട് വൈരാഗ്യം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ നുണ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ നുണ പറയില്ല, പക്ഷെ അയാളുടെ ആശയത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ ആവാം. പക്ഷെ ആള് നുണ പറയാണ് എന്ന് വരുത്തുന്നത് അത് സത്യമാണെങ്കിൽ ഗുരുതരമായ അവസ്ഥയാണ്. വെറുതെ നുണയാന്നൊക്കെ പറയാം ആൾക്കാർ. അങ്ങനെയല്ല, സത്യമായും അത് നുണയാണെങ്കിൽ അത് കടുത്ത വിശ്വാസവഞ്ചനയാണ്. മുത്തുനബി തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? അബൂ സുഫിയാൻ എന്നിവരെ പറഞ്ഞു, ലാ, നുണ പറഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം, ഫഹൽ യഗ്ദിറു, നിങ്ങളുടെ ഈ പ്രവാചകൻ വഞ്ചന ചെയ്യാറുണ്ടോ? അബൂ സുഫിയാന്റെ മറുപടി ലാ. അബൂ സുഫിയാനും സംഘവും അന്ന് ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് വന്നതാണ്. അപ്പോഴാണ് ഹിറാഖ്ലിയസ് രാജാവിന് ഹബീബിന്റെ കത്ത് കിട്ടുന്നത്. ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. രാജാവ് വിളിച്ചു, അറബികളുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയണം, അവരുടെ നബിയെക്കുറിച്ച് എനിക്ക് ചോദിച്ചു പഠിക്കണം. ആരാ നേതാവ്? അബൂ സുഫിയാൻ. നിങ്ങൾ മുമ്പോട്ട് വരണം. എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക,
നിങ്ങളുടെ അനുയായികൾ നിങ്ങളുടെ ബാക്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണം. നിങ്ങളുടെ മുഖം നിങ്ങളുടെ അനുയായികൾ കാണണ്ട. നിങ്ങളും അനുയായികളും രാജാവിൻ്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് നോക്കുക. പിന്നെ ബാക്കിലുള്ളവരോട് രാജാവിൻ്റെ ഒരു ഡയലോഗ്, നിങ്ങളുടെ നേതാവെങ്ങാനും നുണയാണ് പറയുന്നതെങ്കിൽ കൈപൊക്കണം. അബൂ സുഫിയാന് പോലും കാണൂല ബാക്കിൽ കൈപൊക്കുന്നുണ്ടോ. അറബികൾക്ക് അഭിമാനബോധമാണ്. നേതാവ് നുണ പറയാണ് എന്ന് അനുയായികൾ പറഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചിരിക്കുന്നതിന് കഥയില്ല. അബൂ സുഫിയാൻ പറഞ്ഞാൽ വല്ലതും തള്ളിവിടാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ നുണ പറഞ്ഞാൽ ഞാൻ പോലും അറിയില്ല എന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കണത്, അങ്ങോട്ട് ഞാൻ മിണ്ടിയില്ല, ഉള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന്. ആ ചോദിച്ച ചോദ്യമാണ്, നിങ്ങളുടെ പ്രവാചകൻ വഞ്ചിക്കുമോ? ഫഹൽ യഗ്ദിറു, വഞ്ചന ചെയ്യുമോ? ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുമോ? ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുമോ? കൂട്ടുകാരൻ കൂട്ടുകാരനെ വഞ്ചിക്കുമോ? യഗ്ദിറു, വഞ്ചന ചെയ്യാറുണ്ടോ? ഖാല ലാ, വഞ്ചിക്കൂല, അങ്ങനെയൊന്നുമില്ല. ഫബിമ യഅ്മുറുക്കും, പിന്നെ എന്താ നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇസ്ലാമിനോട് ഇത്ര വിരോധം? ഇസ്ലാമിനോട് വിരോധമുള്ളവരുണ്ട് അല്ലേ? പല നിയമസഭകളിലും നമ്മുടെ സ്റ്റേറ്റിന് പുറത്തൊക്കെ എത്രയോ ചില മന്ത്രിമാരൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നത് കാണാൻ കഴിയും. വളരെ വലിയൊരു വിഭാഗം ഈ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയണം എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്ന ആളുകളും ഒരുപാടുണ്ട്. ചെറിയൊരു വിഭാഗം ഫാനാറ്റിക്സ്, വളരെ സങ്കുചിതമായൊരു കാഴ്ചപ്പാടോടെ ജീവിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കൊന്ന് പഠിക്കും വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളൊന്ന് പറഞ്ഞുതരും വേണ്ട, ഞങ്ങൾ ജീവിച്ച പോലെ അങ്ങ് ജീവിച്ച് മരിച്ചു പോയേക്കും, നിങ്ങൾക്ക് നഷ്ടമല്ലല്ലോ, ഇല്ല, എന്നാൽ പിന്നെ ഞങ്ങളെ വിട്ടേക്ക് എന്ന് പറയുന്നൊരു ന്യൂനപക്ഷവുമുണ്ട്. ഇരിക്കട്ടെ, എന്താ ഈ പ്രവാചകൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്? അബൂ സുഫിയാന്റെ മറുപടി, ബാക്കിൽ അനുയായികൾ നിൽക്കുന്നുണ്ട്. യഅ്മുറുനാ ബിസ്സലാ, ഞങ്ങളോട് നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, സ്രഷ്ടാവിനെ വണങ്ങണം എന്ന് പറയുന്നുണ്ട്. വസ്സുദ്ഖി, സത്യം പറയണം എന്ന് പറയുന്നുണ്ട്. വൽ അഫാഫ്, വ്യഭിചാരം പാടില്ല എന്ന് ഞങ്ങളോട് പറയുന്നുണ്ട്. വൽ വഫാഇ ബിൽ അഹ്ദി, കരാറു ചെയ്താൽ അത് പാലിക്കണം എന്ന് പറയുന്നുണ്ട്. വ അദാഇൽ അമാന, വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചേൽപ്പിക്കണം. കല്യാണത്തിന് പോകുമ്പോൾ വായ്പ വാങ്ങിപ്പോയതാ, ഡി പെണ്ണെ നിന്റെ മാല എനിക്ക് തരുമോ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തരാം, പിന്നെ മൂപ്പത്തിരി തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാ. അങ്ങനത്തെവരൊക്കെ ഉണ്ട്. ഇവിടെ വന്ന പെണ്ണുങ്ങളെ കുറിച്ചല്ലേ ഈ പറയണത്, ഏതോ നാട്ടിൽ എവിടെയോ അങ്ങനെയൊക്കെ ഉണ്ട്. 6 മാസം 7 മാസമൊക്കെ പെരയിൽ വെച്ചിട്ടേ, ആ മാല ഈ നോക്ക്, നിന്റെ പുരക്കുണ്ടാവിടെ, ഞാൻ തന്നിട്ടുണ്ടല്ലോ എന്ന്, എവിടെ മുപ്പരക്കാരെ മുപ്പര് കൊടുത്തിട്ടില്ല, എടുത്തു നോക്കുക, അടിച്ചു മാറ്റാന്നൊക്കെ പറയില്ലേ, അതന്നെ പരിപാടി. പറ്റില്ല മുമ്പിനെ, ആണും പെണ്ണിനും പറ്റില്ല. ഭർത്താവിൽ നിന്ന് പോലും അടിച്ചു മാറ്റാൻ പറ്റൂല. ഭർത്താവ് കച്ചവടക്കാരനാണ്, കുപ്പായൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴാണ് നോക്കുമ്പോൾ പോക്കറ്റിൽ 500-ൻ്റെ 2000-ൻ്റെ ഒക്കെ നോട്ടുണ്ടാവും. ആ പെണ്ണുങ്ങളെ മെല്ലെ എടുത്ത്, മൂപ്പർക്ക് ഏതായാലും അറിയാത്ത പൈസയല്ലേ, ഇത് ഏതോ വാഷിംഗ് മെഷീനിക്ക് പോകേണ്ടതാ, അത് ഞാൻ എടുത്ത് വെച്ചേക്കാണ്, അത് ഹലാലാവോ ഹലാലാവൂല, അത് ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക വേണം. പിന്നെ ഭർത്താവ് പിഷ്കനാണ്, 5 പൈസ തിന്നാനും കുടിക്കാനും കൊടുക്കാത്ത ആളാണ്. അങ്ങനത്തെ ഒരു പേര് കേട്ട പിഷ്കനാണെങ്കിൽ അവർക്ക് മക്കൾക്ക് ജീവിത ചെലവിന് ആവശ്യമായ മിനിമം ചോദിക്കാതെ എടുക്കാൻ പറ്റും, അതിന് കുഴപ്പമില്ല. പിഷ്കനാണെങ്കിൽ മുമ്പര് വള വാങ്ങി തരൂല, അതൊന്നും പിഷ്കല്ല. മുമ്പര് പുതിയ സാരി വാങ്ങി തരുന്നില്ല, ചുരിദാർ, അതൊന്നും പിഷ്കല്ല. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ മുമ്പര് തരുന്നുണ്ട്, എന്നാൽ പിന്നെ അടിച്ചു മാറ്റാൻ പറ്റില്ല, സമ്മതമല്ലാണ്ട് എടുക്കാൻ പാടില്ല. ഹിന്ദ് റളിയല്ലാഹു അൻഹ, ഹിന്ദ് ബിൻത് ഉത്ബ, ഉത്ബയുടെ മകൾ ഹിന്ദ് എന്നവര് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അവർ ഹബീബായ നബി തങ്ങളോട് ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം അബൂ സുഫിയാൻ എന്നവർ മുസ്ലിമായി, ഭാര്യ ഹിന്ദ് ബിൻത് ഉത്ബയും മുസ്ലിമത്തായി. ഹിന്ദ് അബൂ സുഫിയാൻ പിഷ്കനായിരുന്നു റളിയല്ലാഹു അൻഹു. ആര് പറയാ? ഹിന്ദ് റളിയല്ലാഹു അൻഹു വന്ന് നബിയോട് പറയാ, നബിയേ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ശഹീഹുൻ. ഗീബത്ത് പറയാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന ചർച്ചകളിൽ ഹദീത്ത് കൊണ്ടുവരും. ഭർത്താവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ മോശല്ലേ എന്ന്. ജീവിതത്തിന്റെ അത്യാവശ്യ വിഷയമായതുകൊണ്ട് ഒരു ജഡ്ജിന്റെ മുമ്പിൽ പരാതി പറയുമ്പോൾ അത് ഗീബത്തായി കൂട്ടൂല എന്നാണ്. നബിയേ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ പിശുക്കനാണ് നബിയെ, അതുകൊണ്ട് അബൂ സുഫിയാൻ മുതലാളിയാണല്ലോ, അയാളുടെ പൈസയിൽ നിന്ന് അയാൾ അറിയാതെ എനിക്ക് വല്ലതും എടുക്കുന്നതിന് വിരോധമുണ്ടോ? തങ്ങൾ പറഞ്ഞു,
ഖുദീ മാ യക്ഫീകി വഔലാദകി, നിങ്ങൾക്കും കുട്ടികൾക്കും ആവശ്യമായത് മാത്രം അത് ചോദിക്കാണ്ട് എടുക്കണേന് കുഴപ്പമില്ല. ആള് പിശുക്കനല്ലേ, അതുകൊണ്ട് അല്ലാത്തതൊന്നും എടുക്കാൻ പറ്റൂല. മൊബൈൽ മറന്നുവെച്ച് പോയവരെ അതെടുത്ത തമല്ലക്തു, ഇതിൻ്റെ തന്നെ ആയിക്കോട്ടെ. പൈസ പോയാൽ പോയ തന്നെ, നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഇപ്പോഴത്തെ കാലം, മുമ്പ് അങ്ങനെയല്ലല്ലോ. നഷ്ടപ്പെട്ടു പോയത് 40 ദിവസം 4 കൊല്ലം കഴിഞ്ഞാലും പള്ളിയിലെ മൊല്ലാക്കാൻ്റെ അടുത്തുണ്ടാവും. അത് പോയിട്ടില്ല. തഷ്ഹീർ ചെയ്യാന്ന് പറയും, ആളെ കിട്ടിയിട്ടില്ലല്ലോ എന്നാണ്. അങ്ങനെ അവൻ്റെ വല്യമ്മ പറഞ്ഞു തന്നില്ലേ, ആരെ കയ്യിൽ കിട്ടിയാൽ റബ്ബേ ഒരു മൂല്യരെ കയ്യിൽ കിട്ടിപ്പോണില്ലേ, മൂല്യര് കിട്ടിയാൽ മൂല്യൊരു മസല ഉണ്ട്, ഇതിൻ്റെതാക്കുക എന്ന് പറഞ്ഞ മസല തമല്ലക്തങ്ങ് പറഞ്ഞാൽ പോയി പോകും എന്നൊക്കെ ഒരു വല്യമ്മ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അല്ലാഹു ആലം അത് സ്വഹീഹാണോ അല്ലേ എന്ന് ഇരിക്കട്ടെ. മുത്തുനബി തങ്ങൾ എന്താ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് ഹിറഖിൽ രാജാവ് ഹിറാക്ലിയസ് ചോദിക്കുന്നു. റോമക്കാരനാണ് ഇയാൾ. അബൂ സുഫിയാന്റെ മറുപടി, നിസ്കരിക്കാനും സത്യം പറയാനും ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുവാനും വിചരിക്കാൻ പാടില്ല. വൽ വഫാഇ ബിൽ അഹദി, കരാറ് ചെയ്താൽ അത് ചെയ്ത് വീട്ടണം. പ്രോമിസുകൾ, കീപ്പ് അപ്പ് യുവർ വേർഡ്, കീപ്പ് അപ്പ് യുവർ പ്രോമിസ്. നമ്മൾ എന്താണോ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അത് കൊടുത്തേക്കണം. വഞ്ചിക്കരുത്, വാക്ക് പാലിക്കാണ്ടിരിക്കരുത്. വഅദാഇൽ അമാന, വിശ്വസിച്ചേൽപ്പിച്ചത് നിങ്ങൾ തിരിച്ചേൽപ്പിക്കുക തന്നെ വേണം. വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചേൽപ്പിക്കണം. ഒരു സ്പൂണ് കടം വാങ്ങിച്ചതായിരിക്കും അയൽവക്കത്തുനിന്ന്, വായ്പെടുത്തതാ, അത് തിരിച്ചു കൊടുക്കണം. അതിപ്പോ സ്പൂണ് അങ്ങനെ പറയരുത്. നിങ്ങൾ വായ്പക്ക് വാങ്ങിയതല്ലേ, അത് കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊടുക്കണം. ഒരു പാത്രത്തിൽ എന്തെങ്കിലും അടുത്ത വീട്ടുകാരൊരു ഭക്ഷണം ഇങ്ങോട്ട് തന്നാൽ ആ പാത്രം കഴുകാതെ കൊടുക്കുന്നവരുണ്ട്, തിരിച്ചിട്ട് അത് കഴുകി കൊടുക്കുന്നവരുണ്ട്. അത് കഴുകിയിട്ട് ആ വീട്ടുകാരുടെ എന്തെങ്കിലും ഒരു ഭക്ഷണം അതില് ആ അടുത്ത വീട്ടുകാർക്ക്, ആ ഭക്ഷണം തന്നവർക്ക് ഒരു ഭക്ഷണം ഇവരുടെ അങ്ങോട്ട് കൊടുക്കുന്നവരുണ്ട്. ഈ അവസാനം പറഞ്ഞതാ നമ്മൾ ചെയ്യേണ്ടത്. സത്യത്തിൽ ഖാലിപാത്രം കൊടുത്തയക്കരുതെന്ന, ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്തവർക്ക് അതിലെന്തെങ്കിലും ഒരു മിഠായിയെങ്കിലും ഇട്ടിട്ട് അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് കൊടുത്തയക്കാം. ഇതാണ് നമ്മുടെ സംസ്കാരമാവേണ്ടത്. അപ്പോഴാ സ്നേഹം ഉണ്ടാവുക. തഹാദു തഹാബു, നിങ്ങൾ സമ്മാനം കൊടുക്കണം പരസ്പരം. തഹാബു, നിങ്ങൾക്കിടയിൽ നല്ല സ്നേഹം ഉണ്ടാവും. ഗിഫ്റ്റുകൾ കൊടുക്കുക, എക്സ്ചേഞ്ച് ഗിഫ്റ്റ്സ് ബിറ്റ്വീൻ യുവർ സെൽസ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെരുന്നാളാവാൻ കാത്തിക്കണ്ട, അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഒരു സമ്മാനം കൊടുക്കുക. വാപ്പാക്ക് മക്കൾക്ക് കൊടുക്കാം, മക്കൾക്ക് വാപ്പാക്ക് കൊടുക്കാം, മുത്തഅല്ലിമിന് ഉസ്താദിന് കൊടുക്കാം, ഉസ്താദിന് മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കാം, കൂട്ടുകാർക്ക് കൂട്ടുകാർ, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ചെറിയ സമ്മാനം, ഒരു ചെറിയ റോസാപ്പൂവായിരിക്കാം. ചിലപ്പോൾ നമ്മളതിന് വില പറയരുത്. ഒരു വാച്ച് കിട്ടി, അപ്പോൾ ചോദിക്കുക, അല്ലോട് ഇതിന് എത്ര വില കിട്ടും, അങ്ങനെ ചോദിക്കരുത്. സമ്മാനം തരുന്ന സാധനത്തിന് വില ചോദിക്കരുത്. ആ സമ്മാനം അതൊരു മൂല്യമാണ്, അതിന് പിന്നെ വില ചോദിക്കരുത്, അത് അമൂല്യമാണ്. തഹാദു, ഹബീബിന്റെ ചര്യയാണത്. തഹാദു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കണം, സമ്മാനങ്ങൾ കൈമാറണം. അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരുണ്ട്. ഇതെനിക്ക് തരാനുള്ളതാ, ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല, എനിക്ക് ഇങ്ങോട്ട് തരണവരൊക്കെ, ഞാൻ അങ്ങ് കൈയിട്ടിരുന്നാൽ മതി. അങ്ങനെയല്ല, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും വേണം, അപ്പോഴേ തിരിച്ചു കിട്ടുള്ളൂ. അമ്മായിമ്മമാരൊക്കെ ഉണ്ട്, ചില പെണ്ണുങ്ങളൊക്കെ, എൻ്റെ മരുകൾക്ക് എന്താ എന്നോട് സ്നേഹമില്ലാത്തത്, ഓൾ അങ്ങനെ. അമ്മായിമ്മ, അങ്ങക്ക് ഓളോട് അങ്ങോട്ട് സ്നേഹം ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. അങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിലേ തിരിച്ചു കിട്ടുള്ളൂ. ഇന്നോട് സ്നേഹിക്കണ്ടേ, ഒരു ഡിമാൻഡും ഇല്ല. നിങ്ങൾ അങ്ങോട്ടും സ്നേഹിക്കണം, അവരിങ്ങോട്ടും സ്നേഹിക്കണം, കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുള്ളൂ. തഹാദു തഹാബു, നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറണം, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. ഇത് ഹദീസാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു യഅ്മുറുനാ ബിസ്സലാഹ്, നിസ്കരിക്കണം എന്ന് കൽപ്പിക്കുന്നുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ വഅദ് കഴിഞ്ഞിട്ട് സുബ്ഹി നിസ്കാരം ഖളാ ആക്കരുത്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയിക്കോളൂ, കടന്നുറങ്ങിക്കോളൂ. വഅദിനേക്കാളും വലുത് നിങ്ങളുടെ നിസ്കാരമാണ്. അതല്ല, ഞാൻ എണീക്കുന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇരുന്നാൽ മതിയേ. സമയം 11:30 ഇനി 1 മണിക്കൂറും കൂടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടൈം നിങ്ങൾക്ക് നേരം പോകുമോ? 10:12 തുടങ്ങിയത്, അവർ 12:12 നിർത്തും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ ഒരു 42 മിനിറ്റും കൂടെ, കുഴപ്പമില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അതിലേറെ വേണമെന്നില്ലല്ലോ, കുഴപ്പമില്ല. എന്നാ ഇല്ല, നിർത്ത, സമയം വൈകി. നമുക്കൊരു 8 മണിക്കൊക്കെ തുടങ്ങുകയാണെങ്കിൽ പറ്റിയിരുന്നു.
അപ്പോൾ വേളൊക്കെ കേട്ടിട്ടേ നമ്മൾ കിടന്നുറങ്ങി, പിന്നെ സുബഹയില്ല ദുഹയില്ല ഒന്നുമില്ല. ഞാൻ വേളം കേട്ടു ഒത്തിരി കയറി നല്ല അടി കിട്ടും അള്ളാൻ്റെ അടുത്ത്. നിസ്കാരം അതിലും വലുതാണ്. നിസ്കാരം അഹമ്മും അഫ്ളലും വാജിബും ഫർളൊക്കെയാണ്. ഇതൊക്കെ സെക്കൻഡറിയാണ്. ഇതിനൊക്കെ ഗ്രേഡ് 2 ഉള്ളൂ. ഗ്രേഡ് 1 നിസ്കാരമാണ്, ഫറായിദുകളാണ്. നിസ്കരിക്കണം എന്ന് പറയുന്നു, വസ്സുദ്ഖി സത്യം പറയണമെന്ന്. മുത്തുനബി തങ്ങൾ കാണുന്ന ഒരു ഉമ്മ, അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവരുടെ ഉമ്മ മഹാനായ സ്വഹാബിയെ വിളിക്കുകയാണ്. ആ കുഞ്ഞിനെ വിളിക്കുകയാണ്, മോനെ എൻ്റെ അരികത്തേക്ക് വാ, നിനക്ക് മിഠായി തരാമെന്ന് പറഞ്ഞിട്ട് മോനെ വിളിക്കുമ്പോ മുത്തുനബി തങ്ങൾ ചോദിക്കുന്നു, ഉമ്മ നിങ്ങളുടെ കയ്യിൽ ആ മധുരമുണ്ടോ? ആ കുഞ്ഞിന് വാഗ്ദാനം ചെയ്യുന്ന സാധനം കയ്യിലുണ്ടോ? ഉണ്ട് നബിയെ, ഉണ്ട്. അമാ ഇന്നകി ലൗലം തഫഅലി, നിങ്ങളത് ചെയ്തില്ല എങ്കിൽ ലകുതിബത അലൈകി കിദ്ബ, അതൊരു നുണയായി അല്ലാഹു നിങ്ങളുടെ മേൽ രേഖപ്പെടുത്തും. കുട്ടികളോട് വാഗ്ദാനം ചെയ്യുമ്പോഴേ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികളോട് ഞാൻ അത് വാങ്ങിച്ചുതരാം, നാളെ അങ്ങാടി കൊണ്ടുപോകാം, ബൈക്കുമ്പോൾ കൊണ്ടുപോകാം, കാറിൽ കൊണ്ടുപോകാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കൊണ്ടുപോയിരിക്കണം. അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്, ആ വാപ്പ പറഞ്ഞാൽ നടക്കാറില്ല, അപ്പോൾ കുട്ടിയും തന്നെ ഞാൻ പറയണമൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് കുട്ടി മനസ്സിലാക്കും. അത് നമ്മൾ റോങ് മെസ്സേജാണ് ഈ കൊടുക്കുന്നത്. നാളെ വാങ്ങിച്ചുതരാന്ന് പറഞ്ഞാൽ നാളെ വാങ്ങിച്ച് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നാളെ എന്ന് പറയരുത്, മറ്റന്നാൾ എന്ന് പറഞ്ഞോളൂ. അല്ലെങ്കിൽ സമയം പറഞ്ഞേക്കുക, അല്ലെങ്കിൽ സ്കൂൾ പൂട്ടുമെന്ന് പറഞ്ഞേക്ക്. നമുക്ക് മൈസൂരും ബാംഗ്ലൂരൊക്കെ പോകണം, മലമ്പുഴയൊക്കെ പോകണം, അല്ലെങ്കിൽ അവിടേക്ക് പോകണം. പോകണം. എപ്പോൾ വാപ്പ? നമുക്ക് നാളെ പോകാം, നാളെ വാപ്പാനെ കാണണേ ഇല്ല. അങ്ങനെ ആവരുത്, നുണ പറയരുത് മക്കളോട്. അതുപോലും നുണയായി എഴുതപ്പെടുമെന്ന് ഹബീബായ നബി തങ്ങൾ ആ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു. ഒക്കെ നമുക്ക് മാതൃകകളാണ്. കരാറ് പാലിക്കണമെന്ന് പറയുന്നു. വിശ്വസിച്ചേൽപ്പിച്ചത് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ തന്നെ എൻ്റെ കുട്ടികളെ നോക്കണേ എന്ന് പറഞ്ഞ് പോവാൻ നോക്കാന്നേറ്റു, എന്നാ പിന്നെ അവരെ സംരക്ഷിക്കണം. ഖാദിസിയ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം പേർഷ്യൻ രാജകൊട്ടാരത്തിലെ വലിയൊരു കാർപ്പറ്റ് മദീനയിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബായ നബിയുടെ സ്വഹാബികളിൽ ദുആക്ക് ഉത്തരമുണ്ടായിരുന്ന സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. മഹാന്റെ നേതൃത്വത്തിൽ ഇറാൻ ഇസ്ലാമിന് കീഴ്പ്പെടുമ്പോൾ ഇറാൻ രാജാവിന്റെ കൊട്ടാരത്തിലെ കോടിക്കണക്കിന് വിലമതിക്കുന്ന മുത്തുകളുള്ള ഒരു വലിയ കാർപ്പറ്റ് ഉണ്ടായിരുന്നു. ആ കാർപ്പറ്റിൽ ചെടികൾ നിൽക്കുന്ന കാഴ്ചയാണ്. പൂക്കളും പഴങ്ങളുമുണ്ട്. എന്നാൽ ആ പൂക്കളും പഴങ്ങളും വെറും പ്ലാസ്റ്റിക്കുകളല്ല, മുത്തുകളായിരുന്നുവത്രേ. മുത്തുകൾ, പല വർണ്ണത്തിലുള്ള മുത്തുകളാലുള്ള പൂക്കൾ ഒരു മലർവാടിയിൽ നിൽക്കുന്ന പോലെ തൻ്റെ കൊട്ടാരത്തിൽ മലർവാടി വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോപ്പിനെ പോലെ കാണാൻ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ തൻ്റെ കൊട്ടാരത്തിലെ കാർപ്പറ്റിൽ പോലും മുത്തുകളാൽ ചെടികൾ ഉണ്ടാക്കിയ ആള് അന്നത്തെ ഖുസ്രു രാജാവ് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബികളെ നോക്കുമ്പോഴേ ഓരോ മുത്തിനും 1000-ഉം 10,000-ഉം ദിർഹം വിലയുണ്ട്. ഓരോ മുത്തിനും അത്രയും പ്രഷ്യസ്, വിലപിടിപ്പുള്ള ജെംസ് ആൻഡ് പേൾസ് ആൻഡ് ഡയമണ്ട്സ്, വളരെ വിലപിടിപ്പുള്ള കല്ലുകൾ. ഡയമണ്ടിൻ്റെ മാലൊക്കെ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ജ്വല്ലറിക്കാർ വെക്കൂലേ, ഒന്ന് ചെന്ന് നോക്കണേ. എത്ര ഒരു മണൽത്തരിൻ്റെ എത്ര വലിപ്പമുണ്ടാവുള്ളൂ ആ ഡയമണ്ടിൻ്റെ കല്ലിന്. അതിനാണ് ഈ ഓഫർ. എത്രയാ ഓഫർ? ചെറിയ കല്ലുകൾക്ക് എത്രയാ വില. സുബ്ഹാനല്ലാഹ്. ആ കാർപ്പറ്റ് മദീനയിലേക്ക് വരുന്നു. ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്നത്തെ ഖലീഫ. ആ ഖലീഫയുടെ മുമ്പിലേക്ക് ഈ കാർപ്പറ്റ് റോൾ ചെയ്ത് കൊണ്ടുവരണം. ഇത് ഒരു ഒട്ടകത്തിനോ 2 ഒട്ടകത്തിനോ വഹിക്കാൻ കഴിയില്ല. അപ്പൊ സഅദ് തങ്ങൾ പറഞ്ഞു, നമുക്കിത് പീസാക്കാം, കഷ്ണമാക്കാം. പീസാക്കാൻ വേണ്ടി പറഞ്ഞു. 100 കണക്കിന് കഷ്ണങ്ങളാക്കി. ഓരോ പീസും ഭാരമുണ്ട്. മുത്തുകളാണ്, നിറയെ മുത്തുകൾ. ഇതൊക്കെ എവിടെ പോയി കിട്ടുമെന്ന് ആലോചിക്കണ്ട. അത് പോയി ആലോചിച്ചിട്ട് കാര്യമില്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതൊക്കെ ഒന്ന് ഒരു പീസ് കിട്ടിക്കണമെങ്കിൽ എന്ന് ആലോചിക്കണവരുണ്ടാവും.
പോയി. ഇവിടെ ആർക്കറിയാം. നമ്മളെ താജ്മഹൽ എന്നൊക്കെ കൊത്തിക്കൊണ്ടുപോയില്ലേ, താജ്മഹലിൻ്റെ മീതൊക്കെ കൊത്തിവെച്ചിരുന്ന ഒരുപാട് മുത്തുകൾ അടർത്തി കൊണ്ടുപോയില്ലേ, ബ്രിട്ടീഷുകാർ കുറേ കൊണ്ടുപോയി. ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട് നമ്മുടെ താജ്മഹലിൽ നിന്ന് പോയ കുറേ കല്ലുകളുടെ ഇന്നും ശേഖരമുണ്ട്. ബ്രിട്ടീഷ് ലണ്ടൻ മ്യൂസിയത്തിലുണ്ട്. ഇരിക്കട്ടെ, ഇതൊക്കെ പോയി പറഞ്ഞൊന്നും കാണാനല്ല എവിടെയാന്നല്ല. രാജാക്കന്മാർ കൈമാറിപ്പോയി. മദീനയിലേക്ക് കടന്നു വരുന്ന സ്വഹാബിമാരുടെ ഒട്ടക സംഘം വരുന്നു. 100ഓളം ഒട്ടകത്തിന്റെ മീതെ ഈ കാർപ്പറ്റുകൾ കൊണ്ടുവരികയാണ് മദീനയിലേക്ക്. 1 മാസത്തിലേറെ നീണ്ടുനിന്ന യാത്ര കഴിഞ്ഞ് മദീനത്തേക്ക് സഅദ് റളിയല്ലാഹു അൻഹു വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ പള്ളിക്ക് മുമ്പിലുണ്ട്. സഅദ് എന്നവരെ വരവേറ്റു. മാസങ്ങൾ എത്രയായി സഅദേ നിങ്ങൾ പോയിട്ട്? കൂട്ടുകാരെ കാണുകയാണ്. ദീർഘയാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു കെട്ടിപ്പിടിക്കലുണ്ട്, ഒരു ആലിംഗനം ചെയ്യലുണ്ട്. ദീർഘയാത്ര കഴിഞ്ഞ് വരുമ്പോഴേ അതുള്ളൂ. പള്ളിക്ക് മെഹ്റാബെന്ന് നമ്മൾ പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കലിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ ഖത്തീബിന് പെരീക്ക് പോകാൻ കഴിയുമോ? എല്ലാവരും കെട്ടിപ്പിടിക്കാൻ നിന്നാൽ ഇനി പെരുന്നാളൊക്കെ വരാനുള്ളത്. ആ കെട്ടിപ്പിടുത്ത യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സുന്നത്തുണ്ട്. പിന്നെ ആലിങ്ങനെ സമയമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മൂലയിലേക്ക് ബസ്സേരി പോകണം, ട്രെയിനിന് പോകാനുള്ളതാണ്. പള്ളിയിൽ വന്ന് 500 ആൾ മൂലയിൽ കെട്ടിപ്പിടിച്ചാൽ മിനിമം 500 മിനിറ്റ് വേണ്ടേ? അപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അതൊക്കെ സുന്നത്താണ്, ഒരു കെട്ടിപ്പിടുത്തമൊക്കെ. ഞാൻ കെട്ടിപ്പിടുത്തത്തിൽ 5 പൈസ മൂലയിലേക്ക് കിട്ടണത് മുടക്കല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുത്തേക്കേ. നാട്ടിൽ അങ്ങനെയൊക്കെ ചില ഭാഗങ്ങളിൽ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. സമയമുണ്ടെങ്കിൽ കുഴപ്പമില്ല. സമയമില്ലാത്തവരോ കെട്ടിപ്പിടിച്ചിട്ട് എന്താ കാര്യം? അവർക്ക് പോകേണ്ട എന്തെല്ലാം തിരക്കുണ്ടാവും. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അതൊരു മര്യാദയാണ്. ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്, ഉംറ കഴിഞ്ഞ് വരികയാണ്, ലോങ് ജേണി കഴിഞ്ഞ് വരികയാണ്. ഒരു ആലിംഗനം സുന്നത്തുണ്ട്. സഅദ് തങ്ങൾ ആലിംഗനം ചെയ്യുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഅദ് തങ്ങൾ പറയുന്നു, ഉമറേ, ഞങ്ങൾ കൊണ്ടുവന്ന കാർപ്പറ്റ് കിസ്റയുടെ കൊട്ടാരത്തിലുള്ള കാർപ്പറ്റാണ്. നിറയെ മുത്തുകളാണ്. അതങ്ങ് വിരിച്ചാൽ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പോലെ തോന്നും. അതൊക്കെ മുത്തുകളാണ്. അതെയോ ഉമറേ, ഞങ്ങൾക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അമീറുൽ മുഅ്മിനീൻ. ആ കാർപ്പറ്റ് ഒറ്റയ്ക്ക് റോൾ ചെയ്ത് കൊണ്ടുവരാൻ അത്രയും ഭാരമാണ്. ഞങ്ങളിത് പീസാക്കി കൊണ്ടുവന്നു. ഒന്ന് കാണിച്ചു തരട്ടെ? ആയിക്കോട്ടെ. മദീന പള്ളിയുടെ മുമ്പിൽ അങ്ങ് നിരത്തി വെച്ചു. അത് ഒട്ടകപ്പുറത്തുനിന്ന് മുഴുവനും ഓരോന്നും ഇറക്കിയിട്ട് ആ കാർപ്പറ്റ് കിസ്റയുടെ കൊട്ടാരത്തിൽ എങ്ങനെയായിരുന്നോ കിടന്നത് അങ്ങനെ അങ്ങ് കാണിച്ചു കൊടുത്തു ഉമർ ഫാറൂഖ് തങ്ങളുടെ മുമ്പിൽ. ആര്? സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സ്വഹാബിമാർ. ഉമർ തങ്ങൾ ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ നടന്നു. മാഷാ അല്ലാഹ്. ഓരോന്നും നോക്കുമ്പോൾ ഒരൊറ്റ മുത്ത് പോലും ഒരു ചെടിയിൽ നിന്നും പോയിട്ടില്ല. ഏതെങ്കിലും ഒരു സ്വഹാബിയോ ഒരു താബിഇയോ ഒരൊറ്റ മുത്ത് ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഒന്ന് പോക്കറ്റിലിട്ടാൽ മൂപ്പർക്കും കുട്ടികൾക്കും ജീവിക്കാൻ അത് മതിയാവും. അവരൊക്കെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരല്ലേ. ഉമർ തങ്ങൾ മുഴുവൻ നോക്കിയിട്ട് മിമ്പറിൽ കയറി. അത്യാവശ്യ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ഖലീഫമാർ മിമ്പറിൽ കയറി സംസാരിക്കും. ജുമുഅക്ക് മാത്രമല്ല, ജുമുഅ അല്ലെങ്കിലും മിമ്പറിൽ കയറി പറയും. അത്യാവശ്യ വിഷയങ്ങൾ അറിയിക്കാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഹമിദല്ലാഹു വഅസ്ന അലൈഹി ثم صلى على നബിയിഹി. ഹംദും സ്വലാത്തൊക്കെ കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ സംഘത്തെ, യാത്രാ സംഘത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്ന ഹൗലാഇ ലഉമനാ. സഅദേ, നിങ്ങളുടെ കൂടെയുള്ള മുഴുവൻ ആളുകളും നിങ്ങളും സത്യസന്ധന്മാരാണ്. അത് ഞാൻ ഇവിടെ സാക്ഷി പറയുന്നു. ഈ കൊണ്ടുവന്ന യാത്രാ സംഘം അതിലൊരു മുത്തുപോലും നഷ്ടമാവാതെ ഇറാൻ കൊട്ടാരത്തിൽ നിന്ന്, പേർഷ്യയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങ് മദീനയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ അതങ്ങനെ തന്നെ തനിമയോടെ കൊണ്ടെത്തിച്ച നിങ്ങൾ മുഴുവൻ ആളുകളും സത്യസന്ധന്മാരാണ്. അന്നത്തെ നൊബൈൽ പ്രൈസാണ് പറയണത്. അത് നൊബൈൽ പ്രൈസാണ്. നോബൽ പ്രൈസ് എന്നൊക്കെ പറയില്ലേ. ഉമർ തങ്ങളുടെ ആ പ്രഖ്യാപനം മതി. നിങ്ങൾ സത്യസന്ധന്മാരാണ്. ഇത് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, അതിലെന്താണ് അത്ഭുതം? നിങ്ങളല്ലയോ സത്യസന്ധനായത്? സിർത അമീനൻ ഫസ്വാറു ഉമനാ. ഇവരുടെ നേതാവ് നിങ്ങളാണ്. ഈ ശിഷ്യന്മാരുടെ ശൈഖ് നിങ്ങളാണ്. നിങ്ങൾ സത്യസന്ധനായപ്പോ നിങ്ങളുടെ ശിഷ്യന്മാർ സത്യസന്ധന്മാരായി. ഉമറേ, നിങ്ങൾ സുഖലോലുപനായി
ആഡംബരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരും നിങ്ങളുടെ അനുയായികളും അതേ പാത സ്വീകരിക്കുമായിരുന്നു. ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഈ വാക്കിന്റെ അർത്ഥം. ഉസ്താദ് എങ്ങനെ അങ്ങനെ ശിഷ്യന്മാരാവുള്ളൂ, ഷെയ്ഖ് എങ്ങനെയാണ് അങ്ങനെയാ മുരീദാവുള്ളൂ. ലൗ റചഅത ലറചഉ, ഉമറേ നിങ്ങൾ ആഡംബരം ഇഷ്ടപ്പെടാതിരുന്നപ്പോ നിങ്ങളുടെ അനുയായികളും അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ സത്യസന്ധനായപ്പോ നിങ്ങളുടെ അനുയായികളും സത്യസന്ധന്മാരായി. ഇതിലെന്താണ് അത്ഭുതപ്പെടാനുള്ളതെന്ന് ഉമർ എന്നവരുടെ ആ വാക്കിന് ഇന്ന ഹഉലാഇ ലൗമനാ, ഇത് കൊണ്ടുവന്ന മുഴുവൻ ആളുകളും സത്യസന്ധന്മാരാണെന്ന പ്രഖ്യാപനത്തിന് അടിക്കുറിപ്പ് പറയുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നേതാവും എങ്ങനെയാണോ രാജ അങ്ങനെയാണ് പ്രജകളും, എങ്ങനെയാണോ ഖലീഫ അങ്ങനെയാണ് അനുയായികൾ. ഇതാണ് ഈ ഉമ്മത്തിന്റെ സ്വഭാവം. അപ്പൊ പിന്നെ വീട്ടിൽ വെച്ച സാധനം എങ്ങനെ കാണാനില്ലാണ്ടാവുക? പാപ്പാന്റെ പേഴ്സ് കാണാനില്ലാണ്ടാവുന്നുണ്ട്, ഉമ്മാന്റെ മൊബൈൽ കാണാനില്ലാണ്ടാവുന്നുണ്ട്, ആ അളുക്കിൽ വെച്ച പൈസ പിന്നെ കാണാനില്ല. ആരാത് അടിച്ചു മാറ്റണത്? ചെറിയവരോ വലിയവരോ കുട്ടിയവരോ? നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ അപകടങ്ങൾ. അതുണ്ടാവരുത്. പൈസയുടെ കെട്ടങ്ങ് മുമ്പിൽ വീണ് കിട്ടിയാലും അതതിൻ്റെ അർഹര ഉടമസ്ഥർക്ക് ഏൽപ്പിക്കുകയല്ലാതെ താനായിട്ട് ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ കൊച്ചുമക്കളെ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങണം, നമ്മളത് അനുവർത്തിക്കണം. സത്യസന്ധതയാണ് ഈ ദീനിന്റെ ഏറ്റവും വലിയ ഈ ഉമ്മത്തിന്റെ സ്വഭാവ ഗുണം. അമാനത്താണ്, വിശ്വസ്തതയാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവും അവരുടെ പിതാവും ബദറിൽ സംബന്ധിച്ച സുഹാബിമാരാണ്. പക്ഷേ അവർ ബദറിൽ യുദ്ധം ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രം. എങ്ങനെ? ബദറിൽ വാളുമായി ഇറങ്ങിയിട്ടുണ്ട് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്നവരും അവരുടെ പിതാവും. എന്നാൽ അവരാരും ഖുറൈശികൾക്കെതിരെ യുദ്ധം ചെയ്യാതെ വാള് താഴ്ത്തിപ്പിടിച്ച് നടക്കുകയായിരുന്നു ബദറിൽ. അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായി. എന്തേ കാരണം? സ്വഹീഹ് മുസ്ലിമുൽ ഹദീസുണ്ട്. ഇമാം മുസ്ലിം തങ്ങളുടെ സ്വഹീഹിലുള്ള ഹദീസാണിത്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറജ്തു അന വ അബീ ഫലഖീനാ കുഫാറ ഖുറൈശ് എന്ന് തുടങ്ങുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ രഹസ്യ സൂക്ഷിപ്പുകാരനായി മാറിയ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അസ്റാറുകൾ സൂക്ഷിച്ചിരുന്ന ആള്. രഹസ്യം സൂക്ഷിക്കുന്ന ആൾക്കാണ്, സീക്രട്ട് സൂക്ഷിക്കുന്ന ആൾക്കാണ് സെക്രട്ടറി എന്ന് പറയാ. സെക്രട്ടറി എന്ന് പറയില്ലേ, അത് സീക്രട്ട് സൂക്ഷിക്കുന്ന ആളായതുകൊണ്ടാണ്. ഒരു സംഘടനയുടെ, ഒരു മഹലിന്റെ, ഒരു സംവിധാനത്തിന്റെ പല സ്വകാര്യതകളുണ്ടാവും. മീറ്റിംഗ് കൂടുന്നതൊന്നും പുറത്തു പറയാൻ പറ്റില്ല, അല്ലേ? അങ്ങനെയല്ലേ? അതിന് സ്വകാര്യ, അപ്പോഴാണ് സെക്രട്ടറി എന്ന് പറയാം. രഹസ്യം സൂക്ഷിക്കാൻ കഴിയണം. ഹബീബായ നബി തങ്ങളുടെ സീക്രട്ട് സൂക്ഷിപ്പുകാരനായിരുന്നു ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അവര് മുസ്ലിമാകുന്ന കാലത്തെ കഥയാണ് ഈ പറയുന്നത്. മക്കയിൽ നിന്ന് വരുന്ന പിതാവിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് യാത്ര ചെയ്യണം. പിതാവിന്റെ കൂടെ മക്കയിൽ നിന്ന് യാത്ര വരുമ്പോ ഖുറൈശികളായ മക്കക്കാരായ ബഹുദൈവ ആരാധകർ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തി. ഹുദൈഫ, വാപ്പയുമുണ്ട് കൂടെ. എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ മദീനത്തേക്ക് പോവാൻ. മുസ്ലിമാവാൻ പോവാ? ഞങ്ങൾ മദീനത്തേക്ക് പോവാൻ. മുഹമ്മദ് നബിയെ കാണാൻ പോവാണോ? ഞങ്ങൾ മദീനത്തേക്ക് പോവാണ്. അവർ വീണ്ടും ചോദിച്ചു, നിങ്ങളൊക്കെ പോയിട്ട് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരികയാണോ? ഞങ്ങൾ മദീനത്തേക്ക് പോവാൻ. അത്രേ പറഞ്ഞുള്ളൂ. നബിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ വിടില്ല. മുസ്ലിമീങ്ങളാവാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ വിടില്ല. അവർ എന്തെങ്കിലും ഉപദ്രവിക്കും. പക്ഷേ സത്യല്ലേ പറയാൻ പറ്റൂ? ഞങ്ങൾ മദീനത്തേക്ക് പോവാൻ, മദീനത്തേക്ക് പോവാൻ. മദീനാജാരെ ഖുറൈശികൾ ഞങ്ങളെ പിടിച്ചു വെച്ചു നബിയേ. എന്നോടും വാപ്പയോടും പറഞ്ഞു, ഫഅഖദു അലൈനാ അഹദല്ലാഹി വമീസാഖ അല്ലാ നുഖാതില മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെങ്ങാനും മദീനയിലേക്ക് എത്തുകയും
മുഹമ്മദ് നബി തങ്ങളുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചെന്നു ചേരുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത് ഞങ്ങളും നിങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യില്ല എന്ന് ഉറപ്പ് തന്നാൽ വാപ്പയെയും മകനെയും ഞങ്ങൾ യാത്ര പോകാൻ അനുവദിക്കും, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് കൊന്നുകളയും. ഇതാ ഭീഷണി. എന്താ എഴുതി കൊടുക്കേണ്ടത്? ഞങ്ങൾ മദീനത്ത് ചെന്നാൽ നിങ്ങളുമായി യുദ്ധം ചെയ്യൂല. അങ്ങനെ നബിയേ, ഞാനും വാപ്പയും രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധം ചെയ്യില്ലെന്ന്. അങ്ങനെ എഴുതി കൊടുത്തു. ഖുറൈശികളോട് യുദ്ധം ചെയ്യൂല. മദീനത്തേക്ക് ചെല്ലുന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് വിവരം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നഫീലഹും ബിഅഹ്ദിഹിം വനസ്തഈനുല്ലാഹ അലൈഹിം. നഫീലഹും ബിഅഹ്ദിഹിം. ഹുദൈഫ, നിങ്ങളുടെ പിതാവും രണ്ടുപേരും ഖുറൈശികളോട് ചെയ്ത കരാർ വ്യവസ്ഥയിൽ ആ കരാർ നിങ്ങൾ പാലിക്കുക തന്നെ വേണം. വനസ്തഈനുല്ലാഹ അലൈഹിം. അള്ളാഹുവിനോട് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാം ആ ഖുറൈശികളുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ. ബദർ യുദ്ധം നടക്കുന്നു. ആദ്യത്തെ യുദ്ധമാണത്. 13 കൊല്ലം അടികൊണ്ട് വേദന സഹിച്ച് ജീവിച്ച സ്വഹാബിമാർ 13 കൊല്ലം ശത്രുക്കളോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഇന്നല്ലാഹ അന്നല്ലാഹ ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് സമ്മതം നൽകപ്പെട്ടിരിക്കുന്നു. യുദ്ധം അനുവദിക്കപ്പെടുന്ന ആയത്താണിത്. ഇസ്ലാമിനെ യുദ്ധത്തിന്റെ പേരിൽ ആരോപിക്കുന്നവർ കേൾക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വെട്ടാനും കൊലപ്പെടുത്താനുമാണോ? നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊന്ന് പഠിക്കണം. ഇത് ലോക മനുഷ്യർക്കുള്ള സന്ദേശമാണ്. യുദ്ധത്തിന് അനുമതി കൊടുക്കുന്ന ആയത്താണിത്. ഖുർആനിന്റെ ക്രോണോളജിയുണ്ട്. ആയത്തുകൾ ഇറങ്ങിയ സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ പഠിക്കാതെയും അതിൻ്റെ സാഹചര്യ അർത്ഥങ്ങൾ പഠിക്കാതെയും വാക്കുകളുടെ പരിഭാഷ വായിച്ചു നോക്കിയിട്ട് ഇത് മനുഷ്യരെ കൊല്ലാൻ പറയുന്ന മതമാണെന്ന് പറയുന്നവർ തെറ്റിദ്ധരിക്കല്ലേ. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിച്ചു നോക്ക്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. യുദ്ധം ചെയ്യപ്പെടുന്നവർ ആര്? സ്വഹാബിമാര്. ആക്രമിക്കപ്പെടുന്നവർക്ക് സമ്മതം നൽകപ്പെട്ടിരിക്കുന്നു തിരിച്ചടിക്കാൻ. ബിഅന്നഹും ളുലിമൂ. എന്തുകൊണ്ട്? ഇവർ ആക്രമിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് തിരിച്ചു യുദ്ധം ചെയ്യാൻ മദീനയിലേക്ക് എത്തുമ്പോഴേക്കും അള്ളാഹു അനുമതി നൽകുന്നു. എന്തിനാ അനുമതി? യുദ്ധം തുടങ്ങാനല്ല, ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് വരുന്നവരോട് തിരിച്ചു പ്രതികരിക്കാൻ. ആ അനുമതി പോലും മക്കയിലില്ല. 13 കൊല്ലം ആ അനുമതിയില്ല. ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അത് കൊള്ളുകയല്ലാതെ തിരിച്ചടിക്കാൻ പാടില്ലെന്ന നിയമമായിരുന്നു മക്കയിൽ. കുഫൂ ഐദീകും വഅഖീമുസ്സലാ. നിസ്കാരം നിലനിർത്തുക, സംയമനം പാലിക്കുക. ഇതായിരുന്നു മക്കയിലെ 13 കൊല്ലം. ഇനി വരുന്ന 10 കൊല്ലം മദീനയിലേക്ക് താമസം മാറി വിശ്വാസികൾ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ പോലും അവിടെയും സ്വൈരം കൊടുക്കാതെ യുദ്ധം ചെയ്യാൻ മദീനയിലേക്ക് വന്നു മക്കയിൽ നിന്ന് ഖുറൈശികൾ. അതാണ് ബദർ യുദ്ധം. ബദറിൽ നിന്ന് മക്കയിലേക്ക് ഏകദേശം 350 കിലോമീറ്റർ വരും. ഏകദേശം പഴയ കണക്ക്. മദീനത്തേക്ക് ഒരു 100 കിലോമീറ്റർ വരും. മദീനയോടാണോ ബദർ അടുത്തിരിക്കുന്നത്? മക്കയോടാണോ അടുത്തിരിക്കുന്നത്? എവിടേക്കാ ബദർ അടുത്തിരിക്കുന്നത്? മദീനയോട്. മദീനയിൽ ആരാ ഉള്ളത്? നബിയും സ്വഹാബിമാരും. ഈ മക്കക്കാരായ ഖുറൈശികൾ ബദർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധമുണ്ടാക്കുന്നത് ബദറിൽ വെച്ചാണ് അത് നടക്കുന്നത്. അത് മദീനയോടടുത്തിരിക്കുന്ന സ്ഥലമാണ്. 450 കിലോമീറ്റർ ദൂരമുണ്ട് മക്കയും മദീനയും തമ്മിൽ. മദീനയിലുള്ള വിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ മക്കക്കാർ അങ്ങോട്ട് വന്നപ്പോഴാണ് അവരോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഖുർആൻ പറയുന്നത്. ഇതിനെയാണോ നിങ്ങൾ ഇസ്ലാം ആയുധമെടുക്കാൻ പറയുന്നുവെന്ന് ആരോപിക്കുന്നത്?
ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണിത്, നമ്മുടെ വിഷയസംബന്ധിയല്ല. എന്നാലും ചില സംശയങ്ങൾ ചിലർക്ക് തോന്നും. ഒരു യുദ്ധക്കളത്തിൽ ഹൈതു വജത്തുമൂഹും, നിങ്ങൾ ശത്രുക്കളെ എവിടെ കണ്ടാലും വധിച്ചു കളഞ്ഞോളൂ എന്ന് പറയുന്ന പരാമർശം യുദ്ധക്കളത്തിലുള്ള പരാമർശമാണ്. അങ്ങാടിയിൽ നടക്കുന്നവരെ കൊല്ലാനാണോ അല്ലാഹു പറയുന്നത്? അല്ല, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ശത്രുക്കൾ ഇങ്ങോട്ട് വരികയും നിങ്ങളും അവരും ആയുധധാരികളായി ഒരു രണാങ്കണത്തിൽ ഇറങ്ങുകയും ചെയ്താൽ ആ യുദ്ധക്കളത്തിൽ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ അവരെ വധിച്ചു കളഞ്ഞോളൂ എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തെയാണ് തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അതിനെ അടർത്തിയെടുത്തത്. എവിടെ കണ്ടാലും അങ്ങനുണ്ടോ? ഹബീബിന്റെ അയൽവാസികൾ ജൂതന്മാരായിരുന്നില്ലേ? ഹബീബിന്റെ അയൽവാസികൾ ജൂതന്മാരല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു മാംസം കിട്ടിയപ്പോൾ നബിയെ, ഈ മാംസം ഞങ്ങൾ ആർക്കാ കൊടുത്തു തുടങ്ങേണ്ടത്? അയൽപക്കത്ത് വിതരണം ചെയ്യണം, എവിടെന്ന് തുടങ്ങണം എന്ന് ചോദിച്ചപ്പോഴാണ് ആയിഷ ഇബ്ദഈ ബിജാരിനൽ യഹൂദി, നമ്മുടെ അയൽവാസിയായ ജൂതന്റെ വീട് മുതൽ അങ്ങ് തുടങ്ങിക്കോളൂ. എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്ന ഖുർആനിന് അർത്ഥമുണ്ടെങ്കിൽ മുത്തനബി തങ്ങൾ സ്വന്തം നാട്ടിൽ മദീനയിൽ അവിശ്വാസികൾ അയൽപക്കത്ത് വെച്ചേക്കുമായിരുന്നോ? ഹബീബിന്റെ വാള് ഒരു ജൂതന്റെ രക്തത്ത് പണയപ്പെടുത്തിയിട്ട് അതിന് പകരം ബാർലിയും ഭക്ഷണവും വാങ്ങിച്ചിട്ടുണ്ട് നബി തങ്ങൾ. ഇത് നമ്മുടെ നാട്ടിലെ സ്വർണ്ണപ്പണയം പോലെ പലിശയുടെ പണയമല്ല. ആ വാള് കൊടുത്തു, പൈസയില്ല, കാശ് കിട്ടുമ്പോൾ പൈസ തരും, അന്നേരം എൻ്റെ വാള് തിരിച്ചു തന്നേക്കണം. ആ വ്യവസ്ഥയിൽ ഒരു ജൂതന്റെ കയ്യിൽ ഹബീബിന്റെ സൈഫ്, ഹബീബിന്റെ വാള് പണയത്തിലായിരിക്കെയാണ് നബി തങ്ങൾ വഫാത്താകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം എന്താണ്? മദീനയിൽ ജൂതന്മാരായ മുതലാളിമാർ ഹബീബിന്റെ കൺമുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഖുർആനെ മനസ്സിലാക്കുന്നത്? ശത്രുവിനെ കൊല്ലണമെന്നായിരുന്നെങ്കിൽ ഇത് മദീനയിൽ നടക്കുമായിരുന്നോ? അതിന്റെ അർത്ഥം യുദ്ധക്കളത്തിലേക്ക് വന്നാൽ, യുദ്ധം കഴിഞ്ഞാൽ പിന്നെ തൊടാൻ കഴിയില്ല, പാടുള്ളതല്ല. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് അങ്ങോട്ട് പ്രതികരിച്ചോളൂ എന്നായിരുന്നു അള്ളാഹുവിന്റെ പ്രഖ്യാപനം, അല്ലേ? അങ്ങനെ ബദർ യുദ്ധം നടക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ഫശഹിദിനാ ബദ്റൻ, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ്. ഫശഹിദിനാ ബദ്റൻ, ഞങ്ങൾ ബദറിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബദർ യുദ്ധം നടക്കുമ്പോൾ ഞാനും എൻ്റെ വാപ്പയും ബദറിലുണ്ട്. വലം നുഖാതിൽ, ഞങ്ങളും ഞാനും എൻ്റെ വാപ്പയും യുദ്ധം ചെയ്തിട്ടില്ല എന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ബദറിൽ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നത് ഖുറൈശികളാണ്, മക്കക്കാർ. ആ മക്കക്കാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് യുദ്ധം ചെയ്യില്ല എന്ന്. ആ വാക്ക് ഹുദൈഫ നിങ്ങൾ പാലിച്ചേക്കണം. നിങ്ങളും നിങ്ങളുടെ വാപ്പയും യുദ്ധം ചെയ്യണ്ട, പക്ഷെ ഞങ്ങളോടൊപ്പം നിന്നേക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 313 സ്വഹാബിമാരാ ഹബീബിന്റെ കൂടെയുള്ളത്. 1000 ശത്രുക്കൾ. ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി, ഒരു യുവാവെങ്കിൽ ഒരാൾ, ഒരു വൃദ്ധനെങ്കിൽ വൃദ്ധൻ, ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ ശക്തിയാകുമായിരുന്ന കാലത്ത് ഒരു സ്വഹാബിയും വാപ്പയും യുദ്ധം ചെയ്യണ്ട എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട്? ഒരു അമുസ്ലിമിനോട്, ശത്രുവിനോട് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി തന്നെ. ഇതാണ് ഇസ്ലാം. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ കടപ്പെട്ടവരാണ്. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ പറ്റുമോ? പറ്റില്ല മുഅ്മിനേ, പറ്റില്ല. നിനക്ക് സമ്പത്തുണ്ടോ, നിന്റെ സമ്പത്ത് കൊടുക്കേണ്ട ടാക്സ് നീ കൊടുത്തേ പറ്റൂ. ഒരു രാജ്യത്തിന്റെ നിയമം നീ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ പിന്നെ ഗവൺമെന്റ് ഇത് പറയാൻ പറ്റില്ല. സ്വന്തം ജീവനെ അപായപ്പെടുത്താൻ വന്ന ഖുറൈശികളോട് കൊടുത്ത വാക്ക് പാലിക്കാനാണ് നബി തങ്ങൾ പറഞ്ഞത്. അവർക്ക് വാക്ക് കൊടുത്തില്ലയോ, നിയമം പാലിക്കണം. അതുകൊണ്ട് കരാറ് ചെയ്തു വിട്ടണമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഷഹീദിനാ ബദ്റൻ വലം നുഖാതിൽ, ഞങ്ങൾ ബദ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ ഞാനും വാപ്പയും യുദ്ധം ചെയ്തിട്ടില്ലെന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. ഇതാണ് മുസ്ലിം. ഇവിടെയാ ഇസ്ലാം ഉണ്ടോ ഇല്ലേന്നറിയാം. നിസ്കാരത്തുമ്പോ മാത്രം അറിയാൻ പറ്റൂല, നോമ്പുമ്പോ മാത്രം, ദിക്റ് ചൊല്ലുമ്പോ, തസ്ബീഹ്, അത് നല്ലതാണ്, നന്മയാണ്, കൂലി ഒക്കെ ശരിയാണ്. പക്ഷെ വിശ്വസ്തത ഇല്ലാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ആള് വിശ്വസ്തനാവണം. എന്നാ പിന്നെ ഇതൊക്കെ അതിൻ്റെ പരിശുദ്ധിയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ 2 പേർ ബദ്റിലേക്ക് വരികയും എന്നാൽ യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്ത ചരിത്രം. നഫീലഹും ബിഅഹ്ദിഹിം വനസ്തഈനുല്ലാഹ അലൈഹിം. ഹുദൈഫ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹുവിനെ മുൻനിർത്തി ഖുറൈശികളോട് ചെയ്ത കരാർ നിങ്ങൾ പാലിക്കണം. എന്നാൽ ഖുറൈശികളുടെ ഉപദ്രവം തടുക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് യോദ്ധാക്കളായി വരണം. എന്നാൽ ഞങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. നിങ്ങളൊരു വാക്ക് കൊടുത്തു പോയില്ലയോ, ആ വാക്ക് പാലിച്ചേക്കണം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു വാപ്പയും വാളും പിടിച്ച് നടന്നു, പക്ഷെ യുദ്ധം ചെയ്തില്ല. ബദറിന്റെ ചരിത്രത്തിൽ നമ്മൾ ഇതുകൂടെ ചേർത്ത് വായിക്കണം. ഈ ഉമ്മത്തിന്റെ ചരിത്രം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി ഓടി വരുന്നു. മറ്റാരുമല്ല, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങൾ ചെയ്ത പണിയുണ്ട്. മുഗീറ തങ്ങൾ ചെയ്തത് മക്കയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെടുമ്പോ ഖുറൈശികൾ 12 ആളുകൾ മുഗീറത്ത് ഇബ്നു ശുഅബയെ പിന്നാലെ കൂടി. 12 ആളുകൾ ഇൻഷാ അല്ലാഹ് 12 മിനിറ്റിനില്ല അല്ലേ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ സമയം അനുസരിച്ച് 7 മിനിറ്റല്ലേ ഉള്ളൂ. നമ്മൾ എത്രക്കാ തുടങ്ങിയത്? 10:10 തുടങ്ങിയത്, 10:12. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 14 അല്ലേ 8 മിനിറ്റ് ഇൻഷാ അല്ലാഹ് 8 മിനിറ്റേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് വാക്ക് പറഞ്ഞില്ലേ, ആ വാക്ക് ഞാൻ പാലിക്കണം ഇൻഷാ അല്ലാഹ്. പറഞ്ഞു പോയതിൻ്റെ പേരിൽ സഡൻ ബ്രേക്ക് ഇടും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത് വരക്കാം. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു 12 ആളുകൾ പിന്നാലെ കൂടി. 12 ആളുകൾ മരുഭൂമിയിൽ വെച്ച് മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങളെ മദീനയിലേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചു. അന്ന് രാത്രി ഒരു ദിവസം അവർ കിടന്നുറങ്ങുമ്പോൾ ഈ 12 ഖുറൈശികളായ മക്കക്കാരും കള്ളു കുടിച്ചുറങ്ങി. മുഗീറ റളിയല്ലാഹു അൻഹു കള്ളു കുടിച്ചിട്ടില്ല, സ്വഹാബിയാണ്, മുസ്ലിമായിട്ടുണ്ട്. മുഗീറ തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? 12 പേരെയും വകവരിച്ചു. 12 പേര് ഇവരെ കൊല്ലാൻ വന്നതാ. ആ 12 പേരെയും കള്ളു കുടിച്ച് കിടക്ക. 12 ആളെയും വകവരുത്തി. അവരുടെ കയ്യിലെ മുഴുവൻ പൈസയും ആഭരണവും കൈക്കലാക്കിയിട്ട് മദീനത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. മുത്തുനബിയോട് പറഞ്ഞു, നബിയെ ഞാൻ വരികയാണ്. 12 ആളെ കൊന്നു, അവരുടെ സമ്പത്തുണ്ട് നബിയെ, അള്ളാന്റെ ബൈത്തുൽ മാലിലേക്ക് എടുത്തോളൂ നബിയെ, ഞാൻ മുസ്ലിമാണ്. എന്താണ് ഇതിന് നബി തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്ന് കേൾക്കണം. എന്താ നബി തങ്ങൾ കൊടുക്കുന്ന മറുപടി? നമ്മൾ പറയും കള്ള് കച്ചവടക്കാരനാണെങ്കിലും പള്ളി ഖജാൻജി ആയിക്കോട്ടെ കുഴപ്പമില്ല, പലിശയാണ് ഏർപ്പാട്, കുഴപ്പമില്ല, കയ്യിൽ കാശുണ്ടല്ലോ. ഇത് പറ്റൂല. ഹറാമിന്റെ സമ്പാദ്യമുള്ള ഒരാളും അള്ളാന്റെ പള്ളിന്റെ കമ്മിറ്റിക്ക് വരണ്ട, ദയവ് ചെയ്ത്. നിങ്ങളായിട്ട് തന്നെ വരാതെ നിന്നാ മതി. പള്ളി എടുത്തിട്ടില്ല, മുന്നേ കൂട്ടിയില്ല എന്നുള്ള വരാതില്ലാണ്ടിരിക്കുള്ളൂ. നിങ്ങളായിട്ട് വരണ്ട. പൈസ ഹലാലല്ലയോ, സമ്പാദ്യം ഹലാലല്ലയോ, അള്ളാന്റെ ദീനുമായി അടുക്കണ്ട. നിങ്ങളെ പറ്റില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ സംവിധാനത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല. നാട്ടുകാരും കമ്മിറ്റിക്കാരും അങ്ങനത്തെ പിടിച്ച് പൊക്കാനും നിൽക്കണ്ട. അവർ തൗബ ചെയ്ത് മടങ്ങി എന്ന് ബോധ്യപ്പെട്ടാൽ എന്നല്ലാതെ. മുഗീറ തങ്ങൾ സമ്പത്തുമായി വന്ന് നബി തങ്ങൾ പറയുന്നു, അമ്മൽ ഇസ്ലാമു ഫഅഖ്ബലുഹു മിൻക, അമ്മൽ ഇസ്ലാമു ഫഅഖ്ബലുഹു മിൻക മുഗീറ, നിങ്ങളുടെ ഇസ്ലാം ഞാൻ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. നിങ്ങൾ മുസ്ലിമാണ്, ശരി തന്നെ, ഇസ്ലാം സ്വീകരിച്ചു, അത് ഞാനും അംഗീകരിക്കുന്നു. വഅമ്മൽ മാലു ഫലസ്തു മിൻഹു ഫീ ഷൈഇൻ, എന്നാൽ മുഗീറ ഈ സമ്പത്ത് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഇന്നഹു ഉഖിദ ഖദ്റൻ, അത് വഞ്ചനയാൽ ഉണ്ടായതാണ്, അത് ചതിയാണ്. നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞു, എന്നിട്ട് അപഹരിച്ചതാണത്. അതുകൊണ്ട് മുഗീറ ഈ സമ്പത്ത് ഇസ്ലാമിന് വേണ്ട കൊണ്ടുപോയിക്കോളൂ. മക്കയിലേക്ക് ഇവരുടെ ഈ മരിച്ചുപോയവരുടെ അവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കണം. ഇസ്ലാം ഞാൻ സ്വീകരിച്ചു, എന്നാൽ നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാം. അതാണ് മുഹമ്മദ് നബിയുടെ പഠനം പഠിപ്പിക്കുന്നത്. ഇതാണ് ഹബീബിന്റെ സന്ദേശം. സ്വന്തം അനുയായി കൊണ്ടുകൊടുക്കുന്ന പൈസ മുഴുവൻ വാങ്ങിച്ചു വെക്കല്ല. അതിന്റെ സോഴ്സ് എവിടെയാണ്? ഇന്നഹു ഉഖിദ ഖദ്റൻ, ഇത് വഞ്ചനയാൽ ഉണ്ടായതാണ്, ചതിയാൽ സമ്പാദിച്ചതാണ്, ഇത് പാടില്ലെന്ന് പറഞ്ഞു തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹ്.
ഹബീബായ നബി തങ്ങൾ ഒരു അഅറാബിയോട് കച്ചവടം ഉറപ്പിക്കുകയാണ്. ഒരൊട്ടകം കണ്ടു, നല്ല ഒട്ടകം. ആ ഒട്ടകത്തെ വാങ്ങിക്കാൻ നബി തങ്ങൾക്ക് ആഗ്രഹമായി. വാഹനം നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ വാഹനങ്ങൾക്ക് പേരുണ്ട്. നബി തങ്ങൾക്ക് കുതിരയുണ്ടായിരുന്നു, ഒട്ടകമുണ്ട്, കഴുതയുണ്ട്, കോവർ കഴുതയുണ്ട്. തങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്ക് വരെ നബി തങ്ങൾ പേരിട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൃഗങ്ങൾക്കൊക്കെ പേരുണ്ട്. ഖസ്വ എന്ന് ഒരൊട്ടകത്തിന്റെ പേരാണ്. ഖസ്വ ഹബീബിന്റെ ഒരു ഒട്ടകത്തിന്റെ പേരാണ്. നബി തങ്ങൾ എല്ലാറ്റിനും പേരിടും. അത് ഹബീബിന്റെ ഒരു രീതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഒരു ഒട്ടകം കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ആ അഅറാബിയോട് പറഞ്ഞു, ബി ഔസുഖിൻ മിൻ തംരി ദഖീറ. തംറു ദഖീറ എന്ന് പറഞ്ഞാൽ അജ്വയാണ്. ഏതാനും വസഖ് അജ്വകൾക്ക്, അജ്വ കാരക്കക്ക് പകരമായി അഅറാബി നിങ്ങളുടെ ഒട്ടകത്തെ ഞാൻ വാങ്ങിച്ചേക്കാം. ആര് പറഞ്ഞു? നബി തങ്ങൾ അഅറാബിയോട്. തങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് ചെന്നു. തങ്ങൾ വിചാരിച്ചു വീട്ടിൽ കാരക്കുണ്ട്, ഈത്തപ്പഴുണ്ട് എന്ന് വിചാരിച്ചു. അജ്വ കാരക്കുണ്ടെന്നാ വിചാരിച്ചത്. ചെന്ന് നോക്കുമ്പോൾ ഹബീബിന്റെ വീട്ടിൽ കാരക്കയില്ല. അഅറാബിയോട് പറഞ്ഞു, അഅറാബി, ഞാൻ എൻ്റെ വീട്ടിൽ കാരക്കയുണ്ട് എന്ന ധാരണയിലാണ് നിങ്ങളോട് ഞാനിത് വാങ്ങിക്കാം എന്ന് പറഞ്ഞത്. എന്നാൽ എനിക്കിത് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ കച്ചവട വഴിയാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? ചിലപ്പം പൈസ ഉണ്ടെന്ന് വിചാരിച്ചു നോക്കുമ്പോ ഇല്ല. അതങ്ങ് പറഞ്ഞപ്പോ ഈ അഅറാബി അങ്ങോട്ട് വിളിച്ചു പറയാൻ തുടങ്ങി, വാ ഖുദ്റാ, വാ ഖുദ്റാ, എന്തൊരു ചതിയാണ് ഈ ചെയ്യുന്നത്, എന്തൊരു ചതിയാണ് ഈ ചെയ്യുന്നത്. സ്വഹാബികൾ പറഞ്ഞു, വൈലക്, നിന്റെ നാശം മിണ്ടാണ്ടിരിക്കടോ. മുത്ത് നബി തങ്ങളോട് ഇത് പറയേ, നബി നിന്നെ ചതിക്കേ. നബിയോടാണോ നീ പറയുന്നത്? അറാബികൾക്ക് ചിലർക്ക് തീരെ കഥല്ലാത്തവരുണ്ടാകും. അല്ല, അറാബു അശദ്ദു കുഫ്റൻ, വളരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന അറാബികളുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇയാളങ്ങ് പറയും, എന്നെ ചതിച്ചല്ലോ, എന്നെ ചതിച്ചല്ലോ. നബിക്ക് അല്ലാത്ത വിഷമായി പോയി. റബ്ബേ, ഞാൻ അയാളൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ചതിച്ചു എന്ന് വരെ ഹബീബ് ചതിക്കില്ലല്ലോ. കദാലിക്കൽ അംബിയാ, പ്രവാചകന്മാർ ചതിക്കുകയില്ലെന്ന് മുത്തുനബി തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ചതിച്ചതല്ല. ഇപ്പൊ നബിക്ക് വിഷമായി. എന്താ വിഷമെന്നറിയോ? ഇയാൾ ഇങ്ങനെ വിട്ടാൽ ഇയാൾ നാട് മൊത്തം പാടി നടക്കും. നബി തങ്ങൾ എന്നെ ചതിച്ചിട്ടോ, എന്നെ വഞ്ചിച്ചു, എൻ്റെ വണ്ടി വാങ്ങിക്കാന്ന് പറഞ്ഞു. അന്നത്തെ ഒട്ടകം അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങ് ആഗ്രഹിച്ചു പോയി. മുത്തുനബി തങ്ങളത് കച്ചവടം ഒഴിയുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ നടന്നാൽ ഗീബത്തിന്റെ കുറ്റം കിട്ടി ഈ മനുഷ്യന് നരകം വാങ്ങിച്ചേക്കും. അതിന് പകരം നബി തങ്ങൾ ഒരു കരുണ ചെയ്തു. ആയിഷ ബീബി, ആയിഷ എവിടുന്നാ ആയിഷ ബീബി കുറച്ച് കാരക്ക കിട്ടുക എന്ന് ചോദിച്ചു. നബിയെ, ഖുവൈല ബിൻതു ഹകീം ഇബ്നു ഉമയ്യ, ഖുവൈല ബീബിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കി. അവര് കാരക്ക സൂക്ഷിക്കുന്ന പെണ്ണല്ലേ. വേഗം ആളയച്ചു. ഖുവൈല, നിങ്ങളുടെ അടുത്ത് കാരക്കുണ്ടോ, ഈത്തപ്പഴമുണ്ടോ? ഖുവൈല ബിൻതു ഹകീം ഇബ്നു ഉമയ്യ, ഖുവൈല, ഉണ്ട് നബിയെ, വേണോ? ആ ഖുവൈല, എനിക്ക് ഏതാനും വസഖ് വേണം, ഈത്തപ്പഴം തരണം എന്ന് പറഞ്ഞു. അജ്വ ഖുവൈല ബീവി കൊടുത്തു. നബി തങ്ങൾ അറാബിയോട്, ദാ നിങ്ങളുടെ ഒട്ടകം തന്നേക്ക് എന്ന് പറഞ്ഞു. തങ്ങൾ വാങ്ങിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച ആ ഒട്ടകം ഈ മനുഷ്യൻ വാ ഖുദ്റാ, എന്നെ വഞ്ചിച്ചു എന്ന ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നബി തങ്ങൾ വഞ്ചന ചെയ്യുന്നവരല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ നബി തങ്ങൾ കാരക്ക കടമായി വാങ്ങിച്ചിട്ട് ഈ അറാബിയുമായി കച്ചവടം നടത്തി എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് ഓഹരി വെക്കുകയാണ്. അലാഉൽ ഹദ്റമിയുടെ അന്നത്തെ ബഹ്റൈൻ, ഇന്നത്തെ സൗദിയിലെ അൽ അഹ്സാ എന്ന് പറയുന്ന സ്ഥലമാണ് ചരിത്രത്തിൽ പറയുന്ന ബഹ്റൈൻ. ഇന്നത്തെ ബഹ്റൈൻ അല്ല. അവിടുന്ന് സമ്പത്ത് വന്നപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ആരോടെല്ലാം നബിതങ്ങൾ എന്തെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ എന്നോട് വന്ന് ചോദിച്ചു വാങ്ങിച്ചേക്കണം. രേഖ വേണ്ട, നബിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നവർക്കൊക്കെ കൊടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാബിർ തങ്ങൾ പറഞ്ഞു, ഇന്നഹു വഅദനി വഹസാ സലാസ ഹസയാത്തിൻ ഫീ യദി. എന്നാൽ സിദ്ദീഖേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബുനാ നബി തങ്ങൾ എൻ്റെ കയ്യിലേക്ക് സമ്പത്ത് വാരിക്കോരി 3 തവണ എൻ്റെ കയ്യിലേക്ക് വാരി വെച്ചിട്ടുണ്ടായിരുന്നു. സമ്പത്ത് കിട്ടിയാൽ തരാമെന്ന ധാരണയിൽ. സിദ്ദീഖ് എന്നവർ തെളിവ് ചോദിച്ചില്ല.
ആ ഓരോ കോരലിനും പകരം 1000 ദീനാറുകളായ നബി തങ്ങൾ 3000 ദീനാർ ജാബിർ തങ്ങൾക്ക് തന്നെ കൊടുത്തു. എൻ്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം തെളിവ്, വേറെ ആരും പറഞ്ഞില്ല. മനുഷ്യന്റെ വാക്ക് തെളിവാണ്. പറഞ്ഞ പിന്നെ അത് മതിയെന്ന്. ശുഐബ് നബിയോട് മൂസ നബി അലൈഹിസ്സലാം, ദാലിക ബൈനി വബൈനക, ശുഐബ് നബിയെ, ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാനുള്ള ഈ കരാറ് 8 കൊല്ലമോ 10 കൊല്ലമോ എന്ന വ്യവസ്ഥ ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യവസ്ഥയാണ്. അയ്യമൽ അജലൈനി ഖദൈതു ഫലാ ഉദ്വാന അലൈ വല്ലാഹു അലാ മാ നഖൂലു വകീൽ. നമ്മൾ പറയുന്നതിന് അല്ലാഹു സാക്ഷിയാണ്. രേഖ വാക്ക് തന്നെ മതി. അള്ളാഹു വാക്ക് പാലിച്ച് സത്യസന്ധരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.